നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മധ്യത്തിലുള്ള ആ കർത്താവിനെ തന്നെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവർക്ക് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്വർഗവും സ്വർഗാതിസ്വർഗങ്ങളും കർത്താവേ, സകല സകല പ്രപഞ്ചവും വാക്കിനാൽ ഉരുവാക്കിയ സർവശക്തനായ ദൈവം, ആ ദൈവം കർത്താവെ ഈ ഏഴകളുടെ മധ്യത്തിൽ വന്നിരിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്. അവിടുത്തെ ആ സ്നേഹത്തിനായിട്ട് ഞങ്ങളെ തേടി വന്ന ആ സ്നേഹത്തിനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു കർത്താവെ. ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങളെ തന്നെയും താഴ്ത്തുന്നു കർത്താവെ. ഞങ്ങളെ ഓർക്കാൻ തക്കവണ്ണം എന്തുള്ളൂ കർത്താവെ. അമ്മ മറന്നാലും മറക്കാത്ത ഞങ്ങളെ എപ്പോഴും ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പേര് തന്നെ അവിടുത്തെ ആ തിരുക്കരങ്ങളിൽ, ആണിപ്പാടുള്ള തിരുക്കരങ്ങളിൽ ഒത്തിവെച്ചിരിക്കുന്ന അവിടുത്തെ ആ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയാട്ടെ. ഞങ്ങളുടെ കുറവുകളെ, പാപങ്ങളെല്ലാം കർത്താവെ അവിടുന്ന് കഴുകി വെടിപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ, അവിടുത്തെ വലിയ സ്നേഹത്താല്, സന്തോഷത്താല്, സമാധാനത്താല് ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ മുഖപ്രകാശത്തിലിരുന്ന് അവിടുത്തെ തിരുവചനത്തെ ധ്യാനിക്കുവാൻ കർത്താവെ അങ്ങേ തന്നെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണമെല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മള് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ അന്തിമ വിജയം പുസ്തകം, സാക്ഷ്യനുഭവന്റെ അന്തിമ വിജയം പുസ്തകത്തിൽ നിന്ന് അതിന്റെ ആ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയും അനന്തരം ആ സാത്താന്റെ പതനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമുക്കറിയാം, ഇവിടെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സന്ദർഭം ഞാൻ ആദ്യം മുതലങ്ങ് ഒരു ഫുൾ റീക്യാപ്പ് തരുന്നില്ലെങ്കിലും, കർത്താവ് രണ്ടാമത് വന്നതിന് ശേഷം, കർത്താവ് രണ്ടാമത് വരുമ്പോ നമ്മളിപ്പം പാടി, ഇന്ന് നീ വന്നിടും മേഘത്തിൽ, കർത്താവ് മേഘത്തെ വാഹനമാക്കിക്കൊണ്ട് കർത്താവ് രണ്ടാമത് വരുവാനുള്ള കാലമായി. കർത്താവ് രണ്ടാമത് വന്ന് ആ അർമ്മഗദോൻ യുദ്ധം, അവസാനത്തെ യുദ്ധം, കർത്താവിനും കർത്താവിന്റെ സൈന്യമായ അഭിഷിക്തന്മാർക്കും എതിരായിട്ടുള്ള ആ വലിയ യുദ്ധം, എതിർക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും നേതൃത്വത്തിലുള്ള ആ വലിയ യുദ്ധത്തില് എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കർത്താവ് ജീവനോടെ അവരെ തീപ്പൊയ്കയിലേക്ക്, ലേക്ക് ഓഫ് ഫയറിലേക്ക് ഇടുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ 19-ാം അധ്യായത്തിന്റെ അതിന്റെ 20-ാമത്തെ വാക്യത്തില്, ദീസ് ടു വർ ത്രോൺ അലൈവ് ഇൻ ടു ദ ലേക്ക് ഓഫ് ഫയർ, ഇവരെ രണ്ടുപേരെയും, അതായത് മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ബാക്കിയുള്ളവരെ കർത്താവിന്റെ വചനമാകുന്ന വാളുകൊണ്ട് കൊന്നുകളഞ്ഞു എന്നുള്ളൊരു കാര്യം ഒക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനത്തിന്റെ, കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ആ വാള്, നമ്മുടെ വായിൽ നിന്ന് നാവ് എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ വചനത്തെ വാളിനോട് ഉപമിച്ചതായിട്ട് നമ്മൾ വചനത്തിലുടനീളം നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. എബ്രായർ 4:12 എഫേസ്യർ 6:17 ഒക്കെ നമ്മളെ വചനത്തെ വാളിനോട് ഉപമിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ വാള് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതലേ കാണുന്ന വാളാണ്. ഉൽപ്പത്തി പുസ്തകം അവിടെ 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തില് വാളിന്റെ ജ്വാലയുമായിട്ട് കെരൂബുകളെ അവിടെ ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കുവാനായിട്ട് നിർത്തി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3:24 വായിക്കുന്നുണ്ട്. ആ വാള് അത് ദൈവത്തിന് വചനമാകുന്ന വാളാണ്. അതായത് ആ വാളാണ് നമ്മളുടെ മേലും ആ ജീവവൃക്ഷത്തിങ്കിലേക്ക് നമ്മൾ ഇന്ന് വരണമെങ്കിൽ, ആ ജീവവൃക്ഷം എന്ന് പറഞ്ഞാല് അത് കർത്താവ് തന്നെയാണ്. ആ ജീവവൃക്ഷം കർത്താവിന്റെ ദിവ്യ സ്വഭാവം, കർത്താവിലുള്ള ആശ്രയിച്ചുള്ള ഒരു ജീവിതം, അതെല്ലാമാണ് ആ ജീവവൃക്ഷത്തിന്റെ പ്രതീകം. അപ്പൊ യേശുവിലുള്ള ഒരു ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, കർത്താവിലേക്ക് തന്നെ നമ്മൾ അടുത്ത് വരണമെങ്കിൽ, നമ്മളുടെ ജഡമാകുന്ന ഒരു തിരശ്ശീലയിൽ ഈ വാള് വന്ന് വീഴണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും സാങ്ക്വറിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതായത് നമ്മൾ കുറഞ്ഞാല് എന്റെ ഇഷ്ടവും കൊണ്ട് എനിക്ക് ദൈവത്തിന് മുന്നിലേക്ക് യഥാർത്ഥത്തിൽ വരാൻ പറ്റത്തില്ല. അവിടെ ഒരു എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് വലിയൊരു തിരശ്ശീലയായിട്ട് ദൈവവും എന്നെയും അകറ്റുന്ന ഒരു പാപമായിട്ട് അത് നിൽക്കുവാണ്. നമ്മൾ യേശയ്യാവ് 59:2 2-ാമത്തെ വാക്യത്തില്, നിങ്ങളുടെ അകൃത്യങ്ങൾ എത്ര, പാപങ്ങൾ എത്ര നിങ്ങളെയും ദൈവത്തെയും അകറ്റി കളഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുമ്പം, ആ പാപം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് നമ്മളെ സെൽഫ് ഇല്ല, നമ്മളുടെ സ്വന്തം ഇഷ്ടമാണ്. അപ്പൊ ആ സ്വന്തം ഇഷ്ടം പിടിച്ചുകൊണ്ട് എനിക്ക് എന്റെ കാര്യം നടക്കണം, ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെ പ്രാർത്ഥിക്കുന്നത്. പരീശൻ അവനോട് തന്നെ പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ എവിടെ വായിക്കുന്നേ? ലൂക്കോസ് 18-ാം അധ്യായത്തിൽ അവിടെ പരീശനും ചുങ്കക്കാരനും വരുമ്പം പരീശൻ ദ ഫാരിസി സെറ്റ് ടു ഹിംസെൽഫ് എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന് തനിയെ പ്രാർത്ഥിച്ചു, തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വായിക്കും. തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്ന് വായിക്കുമ്പം അതിന്റെ ഒരു സാധാരണഗതി നമ്മൾ ഒരാൾ മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ പെട്ടെന്ന് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. എന്താ വചനത്തിൽ അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളപ്പം യഥാർത്ഥത്തില് നമ്മൾ ശാക്തീകരണം കേട്ടിട്ടുണ്ട്. അവന് യഥാർത്ഥത്തിൽ ആരോടെ പ്രാർത്ഥിച്ചേ? അവനോട് തന്നെ പ്രാർത്ഥിച്ചേ. അവന്
ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് അവനോട് തന്നെ പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവന്റെ ദൈവം ആരാന്ന് ചോദിച്ചാൽ അവൻ തന്നെ. അതാണ് നമ്മളവിടെ ലൂക്കോസ് 18 അധ്യായത്തില് അതിന്റെ 9 മുതൽ 14 വരെയുള്ള ആ പാരബിൾ ഉപമയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ. അത് രണ്ടുപേരെ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി. പരീശനും ചുങ്കക്കാരനും. പത്താമത്തെ വാക്യത്തിൽ ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. അപ്പൊ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ അവൻ എന്താ പറയുന്നത് വെച്ചാൽ ദൈവമേ. അപ്പൊ ആരാ അവന്റെ ദൈവം എന്ന് വെച്ചാൽ താൻ തന്നെ അവന്റെ ദൈവം. അവന് വളരെ സത്യസന്ധനായിട്ട് തന്നെ ദൈവമേ എന്ന് വിളിക്കുകയാണ്. ഇന്ന് നമ്മള് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അവരിങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അത്ര മോശക്കാരനാണോ, ഞാൻ അത്ര മോശക്കാരിയാണോ, അല്ലെങ്കിൽ എന്നോട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ വല്ലാത്ത ആ ഒരു കലുഷിതമായ ഒരു ഞാൻ തന്നെ അങ്ങ് സിംഹാസനത്തിൽ എന്റെ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് വരാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി, കർത്താവേ ഞാനല്ല, കർത്താവേ ഞാനല്ല, അങ്ങേക്ക് എത്രയെല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ ആവട്ടെ കർത്താവേ. പല കാര്യങ്ങൾക്ക് എന്താ ഉത്തരവെന്ന് എനിക്ക് അറിയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇന്നയാൾ ഇങ്ങനെ എന്നോട് പെരുമാറി, ഇന്ന സാഹചര്യം എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായി, പല കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. പക്ഷെ എങ്കിലും കർത്താവേ എനിക്കത് ചിലപ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ, ദഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ കാണാൻ നമുക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ, ചില സാഹചര്യങ്ങളും ചില വ്യക്തികളിൽ നിന്നുള്ള പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമ്പം നമുക്ക് മനസ്സിലൊരു കയ്പോ ഒരു എന്താ പറയുക, ഒരു മത്സരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ അവിടെ കർത്താവിന്റെ മുമ്പാകെ കർത്താവേ ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മെ തന്നെ താഴ്ത്താൻ, നമ്മളിപ്പം വായിക്കാൻ പോകുന്ന കോണ്ടെക്സ്റ്റും അത് തന്നെ നമ്മൾ കാണുന്നത്. വെളിപാട് 20 അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ അവിടെ സാത്താനെ അങ്ങ് അഗാധ കൂപം, ബോട്ടംലെസ് പിറ്റിലേക്ക് അവൻ 1000 വർഷക്കാലം ഇങ്ങനെ താണുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ, അവന് ആദ്യം തന്നെ ഉയർത്തിയവൻ ആരാന്ന് ചോദിച്ചാൽ ഇവന്. അതുകൊണ്ടാണ് ഇവനെ ഇതുപോലെ താഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത്. തന്നെ ഉയർത്തുന്നവന് താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവന് ഉയർത്തപ്പെടും എന്ന് കർത്താവ് തന്നെ. ഇത് നമ്മളിപ്പം ലൂക്കോസ് 18 ആ പാരബിൾ വായിച്ചതിന് തൊട്ട് താഴെ തന്നെ കർത്താവ് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല, മറ്റവൻ അങ്ങനെയല്ല. അതിന് പറയാം, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അത് ദൈവത്തിന്റെ ഒരു പ്രമാണമാണ്, നിത്യമായിട്ടുള്ള ദൈവത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. അത് ദൈവത്തിന് മുഖപക്ഷമില്ല. മുഖപക്ഷമില്ലെന്ന് പറഞ്ഞാൽ ദൈവം മുഖത്തെ നോക്കുന്നില്ല എന്നുള്ളൊരു വാക്യം നമ്മളത് മലയാളം ബൈബിളിൽ കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. NASBയിൽ അത് ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി, പക്ഷഭേദമില്ല എന്ന ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ പരിഭാഷ ഗലാത്യർ 2:6 നമ്മൾ വായിക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയും വിക്ടർബർഗ് നമ്മൾ കേട്ടു, പാർഷ്യാലിറ്റി അത് വലിയൊരു പാപമാണ്. യാക്കോബ് 2 നിന്നൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കേട്ടായിരുന്നു. അപ്പം ദൈവത്തിന് പക്ഷപാതമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവം മുഖത്തെ നോക്കുന്നില്ല. ഗലാത്യർ 2-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തില് ഇംഗ്ലീഷിൽ ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി എന്ന് NASBയിൽ എഴുതിയേക്കുന്നേ. എന്നാൽ യഥാർത്ഥത്തില് മലയാളത്തിൽ അത് കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തുന്നത്, ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. അവിടെ ആ ഷോസ് നോ പാർഷ്യാലിറ്റി എന്നുള്ളതിന്റെ ലംബാനോ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദ ടേക്ക് ഓർ അക്സെപ്റ്റ്, അത് കഴിഞ്ഞിട്ട് പാർഷ്യാലിറ്റി ലംബാനോ പ്രോസപ്പോൺ എന്ന് പറഞ്ഞാൽ മുഖം, പ്രോസപ്പോൺ നമ്മൾ പ്രോസപ്പോൺ ദൈവകർത്താവിന്റെ മുഖത്തെ കുറിച്ചൊക്കെ കുറച്ച് നാൾ മുമ്പായിട്ട് കർത്താവിന്റെ മുഖം നമ്മളെ സന്തോഷപൂർണ്ണമാക്കുന്നു എന്നൊക്കെ അപ്പോസ്തലപ്രവൃത്തി 2:28 എന്നൊക്കെ നമ്മൾ വായിച്ചപ്പോൾ അവിടെ ആ പ്രോസപ്പോൺ എന്നുള്ള വാക്കാ. അപ്പം ദൈവം ഹി ഡസ് നോട്ട് ടേക്ക് ഓർ അക്സെപ്റ്റ് ഫേസ്, അല്ലെങ്കിൽ കർത്താവ് മുഖത്തേക്ക് നോക്കുന്നില്ല. ചിലപ്പം അന്ന് നമ്മളൊരു എക്സാമ്പിൾ, ചിലപ്പം ചില നീതിമാന്മാരല്ലാത്ത ചില ടീച്ചേഴ്സ് പിള്ളേരുടെ മുഖത്ത് നോക്കിയാ അവർ മാർക്ക് ഇടുന്നത്, ഇത് ഇന്നയാളുടെ പേപ്പർ, അപ്പൊ അതുകൊണ്ട് കൂടുതൽ മാർക്ക് കൊടുക്കാം. ഇത് ഇന്നയാള് എനിക്ക് ഇഷ്ടമല്ലാത്ത സ്റ്റുഡന്റ്, അപ്പൊ അതുകൊണ്ട് കുറച്ച് മാർക്ക് നന്നായിട്ട് എഴുതിയാലും കുറച്ച് മാർക്ക് കുറച്ചിട്ടേക്കാം. എന്നാൽ നീതിമാനായിട്ടുള്ളൊരു അധ്യാപകനാണെങ്കിൽ എന്താ എഴുതിയിട്ടുള്ള അതിന് മാർക്ക് കൊടുക്കും. അതായത് അത് ആരെഴുതി എന്തെഴുതി എന്നുള്ളതെല്ലാം നോക്കുന്നത് എന്ന് പറയുന്നത് പോലെ ദൈവം മുഖത്തെ നോക്കിയല്ല ഒരു കാര്യം ചെയ്യുന്നത്. ദൈവം ഗോഡ് ഹാസ് നോ ഫേവറിറ്റ്സ് എന്ന് നമ്മൾ സാങ്ക്വയറിന് പലപ്പോഴും കേട്ടിട്ടുള്ളത് പോലെ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ എന്താ, ദൈവം തന്നെ ആര് ഉയർത്തുന്നോ അവരെ ദൈവം താഴ്ത്തും. എങ്ങനെങ്കിലും ഒക്കെ ദൈവം അവരെ ഹമ്പിൾ ചെയ്യും. അത് പല രീതിയിലായിരിക്കും ദൈവത്തിന്റെ താഴ്ത്തലുകൾ, ദൈവത്തിന്റെ ഡിസിപ്ലിനിങ്, ശിക്ഷണം. എന്നാൽ തന്നെ നമ്മൾ താഴ്ത്തുകയാണെങ്കിൽ കർത്താവെ, നമ്മൾ താഴ്ത്തുകയാണെങ്കിൽ കർത്താവ് നമ്മളെ ഉയർത്തും.
എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. അത് തന്നെ താഴ്ത്തുന്ന കർത്താവ് നമ്മൾ ഉയർത്തും എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് കർത്താവിനോട് ചേർന്നിരിക്കുവാൻ. അതായത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കർത്താവിന്റെ ദൈവത്തിന്റെ വാള് നമ്മളുടെ നേരെ പതിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു വന്നത്. ദൈവത്തിന്റെ വാള് നമ്മൾ പതിക്കുന്ന പറഞ്ഞാൽ നമ്മെ തന്നെ താഴ്ത്തുമ്പോഴാണ്. പരിശുദ്ധാത്മ എപ്പോഴും നമ്മെ തന്നെ താഴ്ത്താനായിട്ട് പിന്നെ നമ്മെ തന്നെ പ്രേരിപ്പിക്കുന്നു. എന്ന സാത്താന്റെ ഒരു ആത്മാവ്, ലോകത്തിന്റെ ഒരു ആത്മാവ്, നമ്മുടെ ജഡത്തിന്റെ ഒരു ആത്മാവുണ്ട്. എന്താ, നമ്മെ തന്നെ എപ്പോഴും ഉയർത്താൻ, നമ്മളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത. അപ്പൊ അവിടെ ഭയങ്കര കയ്പും വിരോധവും മത്സരവും ആർക്കൊക്കെ ഇടങ്ങാത്ത മനോഭാവവും പറഞ്ഞനുസരിക്കാത്ത ഒരു സ്വഭാവവും അങ്ങനെയൊക്കെയുള്ള ആ ഒരു മർക്കടമുഷ്ടി എന്ന് വെച്ചാൽ ഇങ്ങനെ മർക്കടം എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ മുഷ്ടി അതിങ്ങനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എത്ര വിചാരിച്ചാലും തുറക്കാനൊക്കത്തില്ല വെച്ചാൽ അതുപോലെ മർക്കട മുഷ്ടിയായിട്ട് അങ്ങനെ. അതാണ് നമ്മുടെ സെൽഫിലുള്ള. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പ്രാർത്ഥിക്കുന്ന പോലെയേ ഉള്ളൂ. പരീശൻ ദേവാലയത്തിൽ ചെന്ന് അവനോട് തന്നെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞതുപോലെ. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമായിട്ടൊരു കണക്ഷനിലേക്ക് വരണമെങ്കിൽ നമ്മളെ അവിടെ അങ്ങ് താഴ്ത്തണം. ശരിയാണ്, പല കാര്യങ്ങളും നമുക്ക് എന്താ ദൈവം അങ്ങനെ അനുവദിച്ച്, എന്താ ഇങ്ങനെ സംഭവിച്ച്, എന്താ ഇങ്ങനെ കാര്യങ്ങൾ നടന്നെന്നുള്ള കാര്യത്തിൽ നമുക്ക് പല ചോദ്യങ്ങളും ഒക്കെ കാണാൻ നാം അവിടെ ദൈവത്തിന് മുമ്പാകെ കർത്താവേ എന്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ എപ്പോ താഴ്ത്തുന്നോ അപ്പോഴാ പരിശുദ്ധാത്മാവിന് ജ്വാലയുള്ള ആ വാളാകുന്ന ദൈവത്തിന്റെ വചനം നമ്മളുടെ ആ ജഡമാകുന്ന തിരശ്ശീലയിൽ ഒരു കുറച്ചുകൂടി ഒരു ചീന്തൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. ഇതുവരെ ചീന്തൽ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടേ ഇല്ലായിരിക്കും നമ്മുടെ ജീവിതം. ഒരിക്കലും നമ്മൾ താഴ്ത്തിയിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് ചീന്തപ്പെടുമ്പോഴാണ് യഥാർത്ഥം നമ്മൾ വീണ്ടും ജനിക്കുന്നത്. പക്ഷെ വീണ്ടും ജനിച്ച ഒരാളാണെങ്കിൽ പോലും വീണ്ടും ആ ജഡം ഒരുപാട് ഇനിയും ചിന്തപ്പെടാനായിട്ടുണ്ട്. കർത്താവ് തന്റെ ജീവിതത്തിൽ ഉടനീളം അത് സമ്പൂർണ്ണമായിട്ട് ചിന്തപ്പെടാനായിട്ട് ഏൽപ്പിച്ചതുകൊണ്ട് കർത്താവിന്റെ ജീവിതത്തിന്റെ അവസാനം അത് ഫിനിഷായിട്ട് സമ്പൂർണ്ണമായിട്ടും ചിന്തപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് കർത്താവ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് യോഹന്നാൻ 19:30 വാക്യത്തിൽ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് അങ്ങനെ തന്റെ ആത്മാവിനെ പിതാവിന് ഫലമേൽപ്പിക്കുമ്പോൾ ദേവാലയത്തിൽ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് അത് അക്ഷരീയമായിട്ട് തന്നെ ചിന്തപ്പെട്ടു. അത് പിതാവിന്റെ ഒരു അറ്റസ്റ്റേഷനായിട്ട് എന്റെ പ്രിയപുത്രന്റെ ജീവിതത്തില്, അവന്റെ ജീവിതത്തിൽ ഉടനീളം, അവന്റെ ജീവിതത്തിന് ആരംഭം മുതൽ അവസാനം വരെ അവൻ സ്വന്തം ഇഷ്ടമൊന്നും ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ എന്ന കർത്താവ് അവിടെ നിന്ന് അറ്റസ്റ്റ് ചെയ്യുകയായിരുന്നു. പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാകുന്ന വാള് യേശുവിനും നമ്മെപ്പോലെ ഒരു ജഡത്തിലാണ് വന്നത്. പാപമില്ലാത്തൊരു ജഡം, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ദ ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ് എന്നാണ് നമ്മളവിടെ റോമർ 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവിൽ പാപമില്ലാന്ന് കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ഉരുവായത് എന്നാ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെടാവുന്ന ഒരു ജഡത്തില കർത്താവ് വന്നതെന്നാണ് നമ്മളവിടെ എബ്രായർ 4:15 വായിക്കുന്നത്. എല്ലാത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവ് എന്നാ കർത്താവ് ജയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാല് അങ്ങനെ കർത്താവിന്റെ വചനത്താല് ആണ് ഒരു സ്ലേയിങ് അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്നുവെച്ചാല് കൊലപാതകം നടക്കേണ്ടത്. നമുക്ക് ആ വാക്യം അറിയാതിരിക്കുമല്ലേ? യെരമ്യാവ് 49 2 വാക്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ഇതിനു മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള വാക്യം യെരമ്യാവ് 48 ആണെന്ന് എനിക്ക് തോന്നുന്നത്. 48 10 വാക്യമാണ്. യെരമ്യാവ് 48 വാക്യത്തില് യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വേല, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില പ്രവൃത്തി, നമ്മളുടെ നമ്മളുടെ ജോലിയാകട്ടെ, നമ്മളുടെ പഠിത്തമാവട്ടെ, നമ്മുടെ സഭയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാവട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാവട്ടെ, അപ്പം എല്ലാം കർത്താവിന് തവണ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ യഹോവയുടെ പ്രവൃത്തി, കർത്താവിന്റെ വേല, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ഉദാസീനതയോടെ നെഗ്ലിജന്റ് ആയിട്ട് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. രക്തം ചൊരിയാതെ വാളടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിലുടനീളം. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഈ ജിഹാദിന്റെ കാര്യമൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത്. നമ്മളെ തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്, നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മുടെ ആ സ്വന്തം ഇഷ്ടത്തിൽ തന്നെ ഒരു സ്വന്തം ഇഷ്ടമാകുന്ന ജഡമാകുന്ന തിരശ്ശീലയിൽ തന്നെ ഒരു ചീന്തൽ ഉണ്ടാകണം. അവിടാണ് വാളുകൊണ്ടുള്ളൊരു രക്തച്ചൊരിച്ചിൽ. ആ രക്തത്തിലാണ് പ്രാണനുള്ളതെന്ന് നമ്മൾ ലേവ്യ പുസ്തകം 17:11 നമ്മൾ വായിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 17:11 പിന്നെന്താ ഉൽപ്പത്തി പുസ്തകത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിലും ഒക്കെ ഉൽപ്പത്തി പുസ്തകം 9:4 വായിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 17:11 ഉൽപ്പത്തി പുസ്തകം 9:4 ഒക്കെ ദ ലൈഫ് ഓഫ് ദ ഫ്ലഷ് ഈസ് ഇൻ ദ ബ്ലഡ്. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പൊ നമ്മള് മാംസത്തിന്റെ പ്രാണൻ, നമ്മളുടെ പ്രാണൻ രക്തത്തിലാണ് ഉള്ളത് എന്ന് പറയുന്നത് അതൊരു ആലങ്കാരികമായിട്ട് ആത്മീയ ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ രക്തം ചുരിയുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്വയജീവന്റെ രക്തം, സ്വയജീവൻ, ആ ജീവൻ, പ്രാണൻ
സോൾ ലൈഫ് അത് രക്തത്തിലിരിക്കുവാണെന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അക്ഷരികമായിട്ട് ശരിയാണ്. നമ്മൾ ബ്ലഡ് പോകുമ്പോൾ നമ്മൾ ഒരാളുടെ ബ്ലഡ് എല്ലാം ഊറ്റി കളഞ്ഞാൽ അയാൾ മരിച്ചു പോകും. അതുകൊണ്ടാണ് നമുക്ക് ബ്ലഡ് പെട്ടെന്ന് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാകുമ്പോൾ, ഒരുപാട് രക്തച്ചൊരിച്ചിൽ, രക്തം നഷ്ടമാകുമ്പോൾ, ചില ആക്സിഡന്റിലോ അല്ലെങ്കിൽ ചില ശസ്ത്രക്രിയയൊക്കെ ചെയ്യുമ്പോൾ, ഹൃദയ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് ഡോണേഴ്സിനെ വേണമെന്ന് പറയും. ഒത്തിരി രക്തം പോകുമ്പോൾ അത്രയും അതുപോലെ വേണ്ടുന്ന തരത്തിലുള്ള രക്തം, കമ്പാറ്റബിൾ ആയിട്ടുള്ള അതിന് യോജ്യമായിട്ടുള്ള രക്തം അതുപോലെ അത് റിപ്ലനിഷ് ചെയ്യുന്നില്ലെങ്കിൽ, അത് മാറ്റി നിറയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആളുടെ ജീവൻ തന്നെ അപകടത്തിൽ. അപ്പൊ അതുകൊണ്ട് അക്ഷരികമായിട്ട് തന്നെ നമ്മളുടെ ജീവൻ രക്തത്തിലാണെന്ന് പറയുന്നത് ശരിയാണ്. രക്തം നമ്മുടെ യഹോവ സാക്ഷിക്കാർ പറയുന്ന പോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പാടില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള വളരെ ക്രേസി ആയിട്ടുള്ള ഐഡിയാസ് ഒന്നും നമുക്ക് ആർക്കും ഇല്ല. എന്നാൽ അതുകൊണ്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ പലപ്പോഴും മെഡിക്കൽ എമർജൻസി ആയിട്ട്, സർജിക്കൽ എമർജൻസി ആയിട്ടൊക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടൊക്കെ അത്യാഹിത വിഭാഗത്തിലൊക്കെ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ശസ്ത്രക്രിയ വിഭാഗത്തിലൊക്കെ വേണ്ടി വരുന്നത്. എന്നാൽ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ രക്തത്തില് ഈ എന്താണ് പറയുന്നത്, നമ്മളുടെ സ്വയജീവൻ. അപ്പൊ ആ രക്തത്തിന്റെ ചുരിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയജീവനെ ചൊരിയുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് സ്വയജീവനെ രക്തം ചൊരിയാതെ വാളടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് നമ്മളവിടെ യെരമ്യാവ് 48:10 വാക്യത്തിൽ നമ്മളിപ്പം വായിച്ച്, ഹി ഹു റെസ്ട്രെയിൻസ് ഹിസ് സ്വോർഡ്, ഹി കേഴ്സ്ഡ് ബി ദ വൺ ഹു റെസ്ട്രെയിൻസ് ഹിസ് സ്വോർഡ് ഫ്രം ബ്ലഡ്. രക്തം ചൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം എല്ലാ ദിവസവും ക്രൂശ് എടുത്ത് അനുഗമിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഈ സ്വയജീവനെ രക്തം ചൊരിയണം എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോ സമയത്തും വെറുതെ എന്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വാള് എന്റെ ജഡത്തിന്റെ തിരശ്ശീലേക്ക് ചീന്തുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയ്ക്ക് എന്റെ ആത്മാവിലേക്ക് വന്ന് എനിക്ക് ആത്മീയ ജീവൻ അധികമായിട്ട് തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചാല് ഈ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടെ തീപ്പൊയ്കയിൽ ഇട്ടു, ബാക്കിയുള്ളവരിലെ കർത്താവിന്റെ വചനമാകുന്ന വാളുകൊണ്ട് അവരെ കൊന്നുകളഞ്ഞു എന്നുള്ളൊരു കാര്യം, അവരുടെ മൃതദേഹങ്ങൾ പക്ഷികൾക്ക് ഭക്ഷണമായിട്ട് കൊടുത്തു എന്നുള്ളൊരു കാര്യമൊക്കെയാ നമ്മളെവിടെ വെളിപാട് പുസ്തകം 19-21 വാക്യത്തിൽ നമ്മൾ വായിച്ചേ. അതിന്റെ കാരണം എന്താ? അവരുടെ ഭൗതിക ജീവൻ തന്നെ കർത്താവിന് വചനമാകുന്ന വാളുകൊണ്ട് എടുക്കേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വയജീവനാകുന്ന ആ പ്രാണനെ കർത്താവിനായിട്ട് കർത്താവിന്റെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവരുടെ ജീവിതത്തിൽ അവര് മുതിർന്നില്ല. അതുകൊണ്ട് ആത്യന്തികമായിട്ട് അവരെ തന്നെ, അവരുടെ ഭൗതിക ജീവനം തന്നെ കർത്താവിന്റെ വചനമാകുന്ന വാളെടുത്തു. ഇന്ന് കർത്താവിന്റെ വചനമാകുന്ന വാള് വരുമ്പോ നമ്മൾക്ക് അങ്ങ് കുതിറി മാറി, എനിക്ക് എന്റെ ഇഷ്ടം പോലെ അങ്ങ് ജീവിക്കണം, എനിക്ക് വചനമൊക്കെ വേണം, അതൊക്കെ കുറച്ചൊക്കെ മീറ്റിംഗ് അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാം, കുറച്ചൊക്കെ ഞാൻ പറ്റുന്നവണക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്തോളാം, പക്ഷെ അധികം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ്, അതായത് ഇപ്പൊ ഒരു ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്യാൻ പോകുമ്പം പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുത്താ ചെയ്യുന്നത്. ഇപ്പൊ ചില അനസ്തേഷ്യ കൊടുക്കുമ്പം അവർക്ക് ബോധം കാണും, എന്നാൽ ആ പർട്ടിക്കുലർ ഭാഗത്ത് മാത്രമായിരിക്കും മരവിപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഡോക്ടർ ഇതെല്ലാം കൂടി വെട്ടിക്കീറി മുറിക്കാൻ നോക്കുമ്പോൾ പേഷ്യന്റ് പറയുകയല്ലേ, എനിക്ക് അത്രയൊന്നും വേണ്ട, കുറച്ചൊന്ന് അവിടെ ഇവിടെ കുറച്ചൊന്നും ചെയ്താൽ മതി, ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ, ബാക്കിയുള്ള ട്യൂമറോ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് അവിടെ ഇവിടെ ഞാൻ പറയുന്നതുകൊണ്ടൊക്കെ ചെയ്താൽ മതി എന്നൊരു രോഗി പറഞ്ഞ് എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് പോലെ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ ശരി, വാളൊക്കെ കൊള്ളാം, കുറച്ചൊക്കെ എന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മിനിക്കിയാൽ മതി, എന്നാ ബാക്കിയൊക്കെ എനിക്ക് എന്റെ ഇഷ്ടം പോലെ തന്നെ അങ്ങ് ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മളവിടെ രക്തച്ചൊരിച്ചിലില്ലാതെ നമ്മളൊരു ശാപത്തിന്റെ അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ വചനമാകുന്ന വാളുകൊണ്ട് തന്നെ ഒരു ദിവസവും കർത്താവേ എന്റെ ആ ജഡത്തിന്റെ ആ സ്വയജീവന രക്തത്തെ ചൊരിയുവാനായിട്ട് എന്നെ സഹായിക്കണമേ. അങ്ങനെ നമ്മൾ ആ കർത്താവ് പോയ ആ രക്തപ്പാടുകളുള്ള ക്രൂശിന്റെ വഴി നമ്മുടെ മുമ്പിലുണ്ട്. ആ പാദങ്ങളുടെ പദമൂലം നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സമൃദ്ധിയായ ജീവനാണ് ഈ ഭൂമിയിലും നിത്യതയിലും. എന്നാൽ ഈ ഭൂമിയിൽ ഈ സ്വയജീവന രക്തച്ചൊരിച്ചിലൊന്നും ഇല്ലാതെ സുഖിമാന്മാരായിട്ട് അങ്ങ് പോകുന്ന ആൾക്കാർ അവസാനം വന്ന അർബുദന യുദ്ധത്തില് ഇവരെല്ലാം കൂടെ കർത്താവിന്റെ വചനം വന്ന് ഇവരുടെ ഭൗതിക ജീവനെ തന്നെ അങ്ങ് എടുത്തു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതാ കർത്താവ് മത്തായി 21 ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ടല്ലോ, അതിന്റെ അവസാനം ഈ പാറമേൽ വീഴുന്നവനൊക്കെ അതാ നമ്മളിവിടെ മത്തായി 21 കർത്താവ് പറയുന്ന ഒരു വാക്യം, അതിന്റെ 44 വാക്യം, മത്തായി 21:44 ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും,
അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. നമ്മൾ കർത്താവാകുന്ന കല്ലിന്റെ മേല് കർത്താവാണ് യുഗങ്ങളുടെ പാറ, കർത്താവാണ് ആ പാറ എന്ന് നമ്മള് 1 Corinthians 10:3-4 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചായിരുന്നു. റോക്ക് വാസ് ക്രൈസ്റ്റ്. അന്ന് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ ആ പാറ കർത്താവാണ്. പിന്നെ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആ പാറ, പിളർക്കപ്പെട്ട പാറ യേശുവാണ്. യേശുവിൽ നിന്നാണ് അവർ ആത്മീയ പാനീയമായ പരിശുദ്ധാത്മാവിനെ കുടിച്ചത്. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് അന്ന് അവര് ജീവജലങ്ങൾ, അന്ന് അവർ ജലം കുടിച്ചത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിരുന്നു എന്നൊക്കെ നമ്മൾ 1 Corinthians 10 വായിക്കുമ്പോൾ ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. സ്പിരിച്വൽ ഡ്രിങ്ക്, സ്പിരിച്വൽ റോക്ക്, ആത്മീയ പാറ, ആത്മീയ പാനീയം എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഈ പാറയാകുന്ന ഈ കല്ലിലേക്ക്, കർത്താവാകുന്ന കല്ലിലേക്ക് നമ്മൾ വന്നങ്ങ് വീഴുവാണെങ്കിൽ നമ്മളുടെ ജഡത്തില്, നമ്മുടെ സ്വയജീവനില്, നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നും വിക്ടബരുന്നതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഇട്ട് ആ സ്വയജീവനിലൊരു ഉടക്കപ്പെടുന്ന, നുറുക്കപ്പെടുന്ന അവസ്ഥ, യാക്കോബിനെ ദൈവം നുറുക്കുന്ന, ഉടയ്ക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മളന്ന് കേട്ടു. അപ്പൊ അങ്ങനെ നമ്മള് കർത്താവാകുന്ന കല്ലിന്മേൽ അങ്ങ് വീഴുവാണെങ്കിൽ നമ്മളുടെ ഈ സ്വയജീവൻ, ആ ജഡം, അല്ലെങ്കിൽ ആ മൺപാത്രത്തിലാണ് വലിയ നിക്ഷേപം ഉള്ളതെന്ന് 2 Corinthians 4:6 വാക്യവും നമ്മള് 7-ാമത്തെ വാക്യം, അതിന്റെ 7-ാമത്തെ വാക്യം, 2 Corinthians 4:7 വാക്യം നമ്മുടെ കഴിഞ്ഞ ദിവസം വിക്ടറിന്റെ മെസ്സേജിലെ സെക്കൻഡ് സെഷനിൽ നമ്മൾ കേട്ടതുപോലെ. അപ്പൊ ആ മൺപാത്രം അങ്ങ് ഉടഞ്ഞു പോവുകയും പല്ലിന്മേൽ വീഴുമ്പോൾ, അപ്പോൾ ഈ വലിയ നിധി നിക്ഷേപം അത് വെളിപ്പെടും. കർത്താവിന്റെ ജീവൻ മറ്റുള്ളവർക്ക് വെളിപ്പെടും. അത് ആരുടെ മേലും. അപ്പൊ നമ്മൾ പക്ഷേ ജീവിതകാലം മൊത്തവും നമ്മളുടെ ഈ മൺപാത്രം ഒന്നും ഉടയാതെ ഇങ്ങനെ ഇരിക്കുവാന്നിരിക്കട്ടെ. അതായത് ഈവൻ രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യം പറയുവാണെങ്കിൽ അവരുടെ ആ ജഡമാകുന്ന മൺപാത്രം അവരിങ്ങനെ അങ്ങനെ ഇരിക്കുക. അപ്പൊ അവസാനം ആ കല്ല് വന്ന് ഈ മൺപാത്രത്തിൽ വീണ് അതെല്ലാം അങ്ങ് ധൂളിയായിട്ട് ഇറ്റ് വിൽ ബി സ്കാറ്റർ ഹിം ലൈക്ക് ഡസ്റ്റ്. അതങ്ങ് ദൈവത്തിന്റെ വലിയൊരു ന്യായവിധി അവരുടെ മേൽ വന്ന് പതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. എന്ന വിശ്വാസികളുടെ കാര്യം പറയുവാണെങ്കിൽ അവര് ന്യായവിധിക്ക് ഒരുത്തൻ വിശ്വാസത്തിലായിരിക്കുന്നവന് ഒരു ന്യായവിധി ഇല്ല, കർത്താവിലായിരിക്കുന്നവന് ഒരു കോണ്ടംനേഷൻ ഇല്ല, ന്യായവിധി ഇല്ല എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ റോമർ 8-1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇന്ന് അവിടെ നിത്യതയിൽ അവര് ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കാൻ നിൽക്കുമ്പം 100% കർത്താവിനായിട്ട് ഉടയ്ക്കപ്പെടാനായിട്ട് കൊടുക്കാത്തവര് 60% മാത്രം കൊടുത്തു, 30% മാത്രം കൊടുത്തു. 60 മേനി വിളയുന്നവരും 30 മേനി വിളയുന്നവരും. അപ്പം ബാക്കി അവരുടെ ജീവിതത്തിലെ അവരുടെ ദേഹി സമ്പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെട്ടില്ല. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ദേഹം കർത്താവ് വരുമ്പോൾ രക്ഷിക്കപ്പെടും. എന്നാൽ ദേഹിയാണെന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ദേഹി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളും നമ്മളുടെ വികാരങ്ങളും നമ്മളുടെ തീരുമാനങ്ങളും ഒക്കെ അടങ്ങുന്ന നമ്മളുടെ പേഴ്സണാലിറ്റി, ഹോൾ പേഴ്സണാലിറ്റി, നമ്മളുടെ പ്രാണൻ, സോൾ, ദേഹി, അതാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ നമ്മൾ സമ്പൂർണ്ണമായിട്ടും നമ്മളുടെ ആ ദേഹി ജീവനെ അല്ലെങ്കിൽ സ്വയജീവനെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ, എപ്പോഴും കല്ലിന്മേൽ വീണങ്ങ് ഉടയാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ, ഓരോ സാഹചര്യത്തിലും ഉടയുന്നവരാണെങ്കിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ടും അന്ന് കർത്താവിന് നമ്മളെ വിധിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മെ തന്നെ നന്നായിട്ട് വിധിക്കുന്നുവെങ്കിൽ നമുക്ക് വിധിക്കപ്പെടുകയില്ല എന്നൊക്കെ 1 Corinthians 11:30 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ഒന്നും വിധിക്കാതെ നമ്മൾ തോന്നിയതുപോലെ അങ്ങ് ജീവിച്ചു, രക്ഷിക്കപ്പെട്ടു. എന്നാൽ 60% കർത്താവിന് വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ 30% കൊടുത്തു. ബാക്കിയൊക്കെ എനിക്ക് വീട്ടിൽ തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ ആര് നോക്കാനാ, ആരറിയാനാ? ബാക്കി ചർച്ചിലെ എൽഡേഴ്സിനെയൊക്കെ പറ്റിക്കാം, ബാക്കിയുള്ള അങ്കിൾമാരെ ആന്റിമാരെയൊക്കെ പറ്റിക്കാം, പേരൻസിനെയും വേണമെങ്കിൽ പറ്റിക്കാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെ അങ്ങ് ആ ഒരു രീതിയിൽ അങ്ങ് പോകുന്നുണ്ടെങ്കിൽ അവിടെ പിന്നീട് ചെല്ലുമ്പോൾ, പിന്നീട് കർത്താവിന് മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ദേഹിയുടെ ഒരു 60% രക്ഷിക്കപ്പെട്ടുള്ളൂ, അല്ലെങ്കിൽ 30% രക്ഷിക്കപ്പെട്ടുള്ളൂ. ബാക്കിയല്ല അത് നിത്യമായിട്ടൊരു നഷ്ടത്തിലേക്ക് പോയി എന്നുള്ള കാര്യമൊക്കെ കർത്താവ് ലൂക്കോസ് 9:24 പറയുന്നത്. ക്രൂശെടുത്ത് അനുഗമിക്കണം എന്ന് പറഞ്ഞിട്ട് തന്റെ ജീവനെ കളയുവാൻ ഇച്ഛിക്കുന്നവൻ നേടും. അതായത് ദേഹി ജീവനെ, സ്വയജീവനെ കളയുന്നവൻ തന്റെ ദേഹിയെ രക്ഷിക്കും. തന്റെ സ്വയജീവനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്റെ ദേഹിയെ നിത്യമായിട്ട് കളയും എന്നുള്ളൊരു കാര്യം അവിടെ. ആ ദേഹി എന്നുള്ളതും സ്വയജീവൻ എന്നുള്ളതും സൈക്കി അല്ലെങ്കിൽ സുഖേ എന്നുള്ളവരുടെ ഒരേ ഗ്രീക്ക് പദത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ജീവനെ നേടുന്നവൻ കളയുന്നവൻ നേടും എന്നൊക്കെ പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ തോന്നി. എന്നാൽ അതിന്റെ ശരിക്കും ഒരു ഡീപ്പർ മീനിങ് നമ്മൾ അതിന്റെ ആ സുഖേ എന്നുള്ള ആ വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് നമ്മളുടെ സ്വയജീവൻ അല്ലെങ്കിൽ സോൾ ലൈഫ് എന്നുള്ളൊരു അർത്ഥമുണ്ട്, സോൾ എന്നൊരു അർത്ഥമുണ്ട്. സോൾ ലൈഫ് അല്ലെങ്കിൽ സ്വയജീവൻ, സ്വന്തം ഇഷ്ടം പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ദേഹിയെ നമ്മളങ്ങ് നഷ്ടപ്പെടുത്തുക. പക്ഷേ സ്വന്തം ജീവനെ നമ്മളങ്ങ് കളയുവാണെങ്കിൽ ആ ദേഹിയെ സമ്പൂർണ്ണമായിട്ട് നേടാൻ, ഏതൊരളവിൽ നമ്മൾ ഈ ദേഹി ജീവനെ അല്ലെങ്കിൽ സ്വയജീവനെ കളയുന്നുവോ ആ ഒരു അളവിലെ
നമുക്ക് നമ്മളുടെ ദേഹിയെ നമുക്ക് സമ്പൂർണ്ണമായിട്ടും കർത്താവിനായിട്ട് നേടുവാൻ, നമ്മുടെ ദേഹിയെ സമ്പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് നേടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം നമുക്ക് ദേഹിയിൽ തന്നിരിക്കുന്ന എല്ലാ കഴിവുകളും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും കർത്താവിനായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് സമ്പൂർണ്ണ രക്ഷ. നമ്മളെ ദേഹി സമ്പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെടും. നമ്മുടെ ആത്മാവ് ഓൾറെഡി രക്ഷിക്കപ്പെട്ടു. നമ്മൾ വീണ്ടും ജനനത്തില് ദേഹം സമ്പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെടും കർത്താവ് വരുമ്പോൾ. ദേഹിയുടെ രക്ഷ എത്രമാത്രം നടക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ നിത്യതയുള്ള റിവാർഡ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ വെളിപാട് 19 ആ 20-21 വാക്യങ്ങളിൽ അങ്ങനെ രണ്ടുപേരെ ജീവനോടെ ആ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് ഇട്ട കാര്യം നമ്മൾ വായിച്ചു. പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാള് കൊണ്ട് കൊന്ന്. അപ്പൊ കർത്താവിന്റെ ഒരു മനുഷ്യനെ വാള് കൊണ്ട് കൊല്ലണമെങ്കിൽ എന്താ വലിയ മൂർച്ചയുള്ള വാളായിരിക്കണം. കർത്താവിന്റെ വചനമാകുന്ന വാള് അതുപോലെ ഏത് ഇരുവായത്തിലുള്ള വാളിനേക്കാളും മൂർച്ചയുള്ളതെന്നാണ് നമ്മള് എബ്രായർ 4:12 വായിക്കുന്നത്. ഇവിടെ നമ്മൾ അത് തന്നെ വായിക്കുന്നുണ്ട്. ഷാർപ്പ് സ്വേർഡ് എന്നാ വായിക്കുന്നത്. അതിന്റെ 15-ാമത്തെ വാക്യം, അത് വെളിപാട് 19:15. വായിൽ നിന്ന് മൂർച്ചയുള്ള വാള് പുറപ്പെടുന്നു. യഥാർത്ഥത്തിൽ അഭിഷേകമുള്ള വചനം എപ്പോഴും മൂർച്ചയുള്ളതായിരിക്കും. അത് മറ്റുള്ളവരുടെ ആ ഒരു സ്വയജീവനെ കട്ട് ചെയ്യും. എന്ന് വെച്ചാല് അത് പറയുന്ന ആളുടെ സ്വയജീവനെ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇരുവായത്തിലുള്ള മൂർച്ചയുള്ള വാളാണ്. പറയുന്ന ആളുടെ ആ വചനം പങ്കുവെക്കുന്ന ഒരാളുടെ സ്വയജീവനെ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന വചനമായിട്ട് വരുവാണെങ്കിൽ അത് കേൾക്കുന്ന ആളുടെയും സ്വയജീവനിലൊരു കട്ടുണ്ടാക്കും. കട്ടുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവനെ അത് ഹാർഡൻ ചെയ്യും. അത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് ഉദ്ദേശിക്കുന്ന ഫലം ഇല്ലാതെ അത് വൃഥാവായി പോയില്ലെന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. യെശയ്യാവ് 55-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. യെശയ്യാവ് 55-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം, ദൈവാത്മാവ് നമ്മളിലേക്ക് പലരിലൂടെയും നമ്മളിലേക്ക് നേരിട്ടും പല സൗകര്യങ്ങളിലൂടെയും ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് അയക്കുമ്പോൾ അതിന്റെ 10-11 വാക്യങ്ങള്, യെശയ്യാവ് 55-ന്റെ 10-11 വാക്യങ്ങളില് മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും, അതായത് മഴയും മഞ്ഞും ഒക്കെ ആകാശത്തു നിന്ന് പെയ്യുന്നു. അവിടേക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ മഴയും മഞ്ഞും ഒക്കെ അത് തിരിച്ച് ഏതാണ്ട് പാതി വരുമ്പം ഗ്രാവിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു പോകും ഇല്ല, അത് താഴോട്ട് തന്നെ വീഴും എന്ന് പറയുന്നത് പോലെ ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്ക വണ്ണം, അതായത് ദൈവവചനമാകുന്ന വിത്തും പിന്നെ നമ്മുടെ ആത്മീയമന്യായിട്ടുള്ള ആഹാരമൊക്കെ ആയിട്ട് നൽകത്തക്ക വണ്ണം ആ വചനം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന കർത്താവിന്റെ വചനം അങ്ങനെ ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പം ദൈവത്തിന്റെ വചനം ഒന്നുകിലും നമ്മളെ നുറുക്കും, പക്ഷെ നുറുക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. നമ്മളതിനെ കഠിനപ്പെടുത്തുവാണെങ്കിൽ നമ്മളെ ആ വചനം തന്നെ നമ്മളെ കഠിനപ്പെടുത്തും. either it humbles us and breaks us or it will harden us. കർത്താവ് വചനം സംസാരിച്ചു. പത്രോസും യോഹന്നാനും ഒക്കെ യാക്കോബും ഒക്കെ ശിഷ്യന്മാരും ഒക്കെ അവർ നുറുക്കപ്പെട്ടു. ഇത് ഞാൻ എത്ര പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണേന്ന് ആദ്യം തന്നെ പത്രോസ് പറഞ്ഞതായിട്ട് ലൂക്കോസ് 5:8 നമ്മൾ വായിക്കുന്നു. എന്നാൽ അതേ വചനം തന്നെ കേട്ട പല പരീക്ഷന്മാരും കൂടുതൽ ഹാർഡൻഡായി. അന്നാസും കയ്യഫാവും ഒക്കെ കൂടുതൽ അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അവസാനം ഈ ദൈവപുത്രനെ കൊല്ലാൻ തന്നെ അവർ തീരുമാനിച്ചു. അപ്പം ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും പാപമില്ലായിരുന്നു എന്നൊക്കെ കർത്താവ് യൂഹന്ന 9-ാം അധ്യായത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം ആ വചനം, അതുകൊണ്ട് സാക്ബറൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അഭിഷേകമുള്ള വചനമുള്ള സഭകളിൽ ഇരിക്കുന്ന ഡേഞ്ചറാ. നിങ്ങൾ അനുസരിക്കാൻ താല്പര്യം, അതിനെ കീഴടങ്ങാൻ, ആ വചനത്തിന് കീഴടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. പക്ഷേ കീഴടങ്ങാനുള്ള താല്പര്യമില്ല, വചനം അനുസരിക്കാനും താല്പര്യമില്ല, വെറുതെ കുറച്ച് കാര്യം കേൾക്കാം എന്ന് വിചാരിച്ച് വന്നിരിക്കുവാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ന്യായവിധിക്ക് കാരണമാവത്തേ ഉള്ളൂ. വേറെ എത്രയോ സഭകളുണ്ട് നിങ്ങൾക്ക് പോകാനായിട്ടെന്ന് സാക്ബർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് അഭിഷേകമുള്ള ദൈവവചനം കേൾക്കുന്ന അത് നമ്മള് വേറെ ഒരു അനാരോഗ്യകരമായ ഭയത്തിലേക്ക് നീക്കേണ്ട കാര്യമില്ല. മറിച്ച് കർത്താവേ എനിക്ക് പറ്റുന്നില്ല, പക്ഷെ എങ്കിലും എന്നെ സഹായിക്കണമെന്നൊരു നിലവിൽ നമുക്ക് ഉണ്ടായാൽ മതി. അതുപോലെ നമ്മളതിനെ അങ്ങ് സമർപ്പിച്ചാൽ മതി. കർത്താവേ എന്നെ അങ്ങ് സഹായിക്കണേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, വേണ്ടവണ്ണം നമ്മളെ കൊണ്ട് ആർക്കും വേണ്ടവണ്ണം പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് ആർക്കും കർത്താവ് ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് നമ്മൾ ആരും എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ കർത്താവേ ഐ വോണ്ട് ടു പ്രസ് ഓൺ ടു പെർഫെക്ഷൻ, ആ പൂർണ്ണതയിലേക്ക് എനിക്ക് ആയണം, അതിനായിട്ട് എന്നെ സഹായിക്കണം. എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ആ ഒരു ആത്മാവിലെ ദാരിദ്ര്യത്തോടെ ഞാൻ നീടുള്ളവനാണ്, ഞാൻ ആവശ്യമുള്ളവനാണ്, ആവശ്യബോധത്തിലുള്ളവനാണ് എന്നുള്ളൊരു നിലവിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് വചനം ഏറ്റവും അനുഗ്രഹമായിട്ട് മാറും. എന്നാൽ നമ്മളെ വചനമൊക്കെ കേട്ടിട്ട് ഇതൊക്കെ എന്തൊക്കെയോ പറയുന്നു, അല്ലെങ്കിൽ ഇത് കുറച്ച് കൊള്ളാം, കുറച്ച് നല്ല ജ്ഞാനം, നല്ല അറിവാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ വചനം കേട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ അത് കൂടുതൽ ന്യായവിധിക്ക് കാരണമാകത്തേ ഉള്ളൂ. കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കുന്നു, ലൂക്കോസ് 12:48 നമ്മൾ വായിക്കുന്നുണ്ട്.
ആ പക്ഷേ അപ്പൊ അങ്ങനെ ആവുമ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ കേൾക്കാതെ അങ്ങ് പോയാലോന്ന് ചോദിച്ചാൽ കേൾക്കാൻ അവസരം ഉണ്ടായിട്ട് കേൾക്കാതിരുന്നാലും കർത്താവ് വിടാതെ നമ്മളോട് ചോദിക്കും, നിനക്ക് കേൾക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവസരമൊക്കെ ഉണ്ടായിട്ട് നീ എന്തുകൊണ്ട് കേട്ടില്ല? നിന്റെ ആ കാലയളവിൽ അതുപോലുള്ള വചനം കേൾക്കുവാനുള്ള ഒരു അവസരം ഞാൻ തന്നല്ലോ, നിന്റെ ആ സ്ഥലത്ത്, നിന്റെ ആ ഒരു പശ്ചാത്തലത്തില് അങ്ങനെയുള്ള ഒരു ഇപ്പൊ സൂം മീറ്റിംഗ് കൂടെ ഉള്ളതുകൊണ്ട് ആർക്കും എക്സ്ക്യൂസും പറയാനില്ല. അതുകൊണ്ട് സൂമിലും അതുള്ള മീറ്റിംഗ്സ്, യൂട്യൂബിലും അതുള്ള വചനങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് നീ കേൾക്കാഞ്ഞ എന്താന്ന് കർത്താവിന്റെ ചോദ്യം വന്നു വരും. എന്നാൽ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ ഈ വചനം നമ്മൾ ഇന്നും നമ്മൾ നുറുക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ആ വചനം നമ്മൾ യുനോ ആ വെളിപാട് ദിവസം 19:21 നമ്മൾ വായിച്ചതുപോലെ ആ വാള് തന്നെ അനേകരുടെ മരണത്തിന് ഇടയാക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മളുടെ പ്രാണന്റെ സ്വയജീവന്റെ മരണം, പ്രാണന്റെ മരണം എന്നുള്ളതിനെക്കാട്ടിലും പ്രാണന്റെ സ്വയജീവന്റെ സോൾ ലൈഫിന്റെ മരണത്തിന് ആ വചനത്തെ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ അത് നമ്മളുടെ നിത്യമായിട്ടുള്ള നമ്മുടെ ഭൗതിക മരണത്തിനും നിത്യമായിട്ടുള്ള മരണത്തിനും ഒക്കെ ആ വചനത്തിന് കാരണമായി തീരും. കർത്താവ് പറയുന്ന വചനം കൊണ്ട് തന്നെ നമ്മളെ ന്യായം വിധിക്കുന്നൊക്കെ യോഹന്നാൻ 12:48 നമ്മൾ ഇതിനു മുമ്പ് എടുത്ത് വായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു ഷാർപ്പ് സ്വേർഡാണ്. അപ്പൊ നമ്മളും വചനം സംസാരിക്കുമ്പോൾ അത് നമ്മളെ കട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന വചനങ്ങളും അത് ഷാർപ്പായിട്ട് അങ്ങനെയുള്ള അഭിഷേകമുള്ള വചനം സംസാരിക്കാൻ എന്നെ സഹായിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം പിന്നെ നമ്മൾ 20-ാം അധ്യായത്തില് ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പം സാത്താൻ അവന് താഴോട്ട് ബോട്ടംലെസ് പിറ്റ് എന്ന് അവിടെ എഴുതിയിരിക്കുന്ന എബിസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഇംഗ്ലീഷില് ബോട്ടംലെസ് പിറ്റ് എന്നും ബോട്ടംലെസ് പിറ്റ് എന്നും അബിസ് എന്നും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇതിനകത്ത് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അഗാധത്തില് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്, അഗാധത്തിലേക്ക്, അതായത് ഒരു ബോട്ടം ഇല്ലാത്ത, അതിന്റെ അടിഭാഗം ഇല്ലാത്ത ഒരു കുഴി എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ 1000 വർഷക്കാലം ഇതിനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുക. എന്തൊരു അവസ്ഥയായിരിക്കും. അവനത് കെട്ടപ്പെട്ടവനായിട്ട്, അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു സീലും കൂടെ ചെയ്തു വെച്ചതായിട്ടൊക്കെ നമ്മൾ വായിച്ചു. അപ്പൊ അവൻ തന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കും, എപ്പോഴും അവൻ ഉയർത്തിക്കൊണ്ടിരിക്കും. ഇത് സാത്താനും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ഞാൻ നമ്മളിപ്പോ പറയുന്നത്, സാത്താനും അവർ കിങ്കരന്മാരും ഒക്കെ. അപ്പൊ ഇപ്പൊ അതിന്റെയൊക്കെ കേട്ടിട്ടും അവൻ തന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ അങ്ങനെ ദൈവത്തിന് എതിരായിട്ട് മത്സരിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് അവൻ നിത്യമായിട്ട് താഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അന്തിമവിജയം പുസ്തകത്തിൽ ആ റെഫറൻസ് ആയിട്ട് അങ്ങ് എഴുതിയിട്ടില്ലായിരുന്നു ബ്രദർ, പക്ഷെ എങ്കിലും ആ വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അത് 3 തവണ കർത്താവ് പറഞ്ഞിട്ട്, കർത്താവ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് സുവിശേഷകരിലൂടെ 3 തവണയാ നമ്മൾ സുവിശേഷങ്ങളിൽ നമ്മളത് വായിക്കുന്നത്. എവിടൊക്കെയാ നമ്മളിപ്പോ ഒരെണ്ണം കണ്ടു, ലൂക്കോസ് 14:18 കണ്ടു. പിന്നെ ലൂക്കോസ് 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും അതേ കാര്യം തന്നെ കർത്താവ് പറഞ്ഞുകൊണ്ട്, തന്നെ താഴ്ത്തുന്നവന് ഉയർത്തപ്പെടും, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ലൂക്കോസ് 11:14 അവിടെ ഒരു നമ്മളൊരു വിരുന്നിന് പോകുമ്പോൾ അവിടെ ഫ്രണ്ട് സീറ്റ് ചെന്ന് അങ്ങ് ഞെളിഞ്ഞേറിയിരിക്കുമ്പം എന്റെ ഹോസ്റ്റ് ആയിട്ടുള്ള ആള് പറയും, അയ്യോ ഇവിടെ വേറെ ആൾക്ക് റിസർവ് ചെയ്തിട്ടുള്ള നിങ്ങൾ പറയും ചെന്നിരിക്കാൻ പറയുമ്പോ അങ്ങനെ അതൊരു അപമാനത്തിന് കാരണമായി തീരും. എന്നാൽ നമ്മുടെ ലോലി ആയിട്ടുള്ള സീറ്റ് എന്ന് വെച്ചാൽ ഇത് എന്തോ നമ്മൾ ആക്ഷരികമായിട്ട് ഇത് എന്തോ ഒരു വ്യാജ താഴ്മ കാണിക്കാനുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മളൊരു പ്ലേസ് ഓഫ് പ്രോമിനൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഏതായാലും ശ്രദ്ധിക്കത്തൊക്കെ ഉള്ള ഒരു സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ താഴ്ത്തപ്പെടും. എന്നാൽ കർത്താവി ഞാനൊരു 0 എന്ന് വെച്ചാൽ നമ്മളിപ്പം നമുക്കിപ്പം എന്തെങ്കിലും നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെയുള്ള ചെയർ, അയ്യോ ഞാൻ ഈ ചെയറിൽ ഇരിക്കത്തില്ല, ഞാൻ വേറെ പ്യൂണിന്റെ ചെയർ ചെന്നിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യാജ താഴ്മയുടെ കാര്യമല്ലേ. എന്നാൽ യഥാർത്ഥത്തില് നമ്മളുടെ ഹൃദയത്തിന്റെ ആ ഒരു മനോഭാവത്തിന്റെ കാര്യം കർത്താവോട് പറയുന്നത്. ലൂക്കോസ് 11-ാം അധ്യായത്തില് അതിന്റെ 14-ാമത്തെ ലൂക്കോസ് 11-ന്റെ ലൂക്കോസ് 14-ാം അധ്യായത്തില്, അത് ലൂക്കോസ് 14-ന്റെ 11-ാമത്തെ വാക്യത്തില് തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, 11-ാമത്തെ വാക്യം, തന്നെ ഉയർത്തുന്നവനെ എല്ലാം താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നതിന് ഉയർത്തപ്പെടും എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരുത്തന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം, പക്ഷെ പിന്നെ നിന്നെയും, അതിന്റെ 8-ാമത്തെ വാക്യം ഞാനിപ്പം വായിച്ചത്, ലൂക്കോസ് 14-ന്റെ 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്നു, അവന് ഇടം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോട് ഉടുക്കത്ത സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഉടുക്കത്ത സ്ഥലത്ത് ഇരിക്കുക, നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറയുവാൻ ഇടവരട്ടെ, അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാകും. തന്നെ ഉയർത്തുന്നതിനെല്ലാം താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നതിനെല്ലാം ഉയർത്തപ്പെടും. ഇതേ വാക്യം തന്നെ കർത്താവ് മത്തായി
മത്തായി 23 അധ്യായത്തിലും പറയുന്നുണ്ട്. മത്തായി 23 എന്ന് പറയുമ്പോഴേ നമുക്കറിയാം പരീശന്മാർക്ക് നല്ല ഡോസ് കൊടുക്കുന്ന കർത്താവിന്റെ അധ്യായമാണ് മത്തായി 23 അധ്യായം. പരീശന്മാർ അതുപോലെ കർത്താവിന് വലിയ സ്നേഹത്തില് കാർക്കേശ്യത്തില് കർത്താവ് ശാസിക്കുക. അയ്യോ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ കോഴി തന്റെ ചിറകിൻ കീഴിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുവാൻ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കും മനസ്സായില്ല. അതിന്റെ 37 വാക്യം. അതുപോലെ ആ ഒരു കാരുണ്യത്തില എന്നാൽ വളരെ കാർക്കശ്യത്തിൽ കർത്താവ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ മത്തായി 23-12 വാക്യത്തിലും ഇതേ കാര്യം കർത്താവ് പറയുന്നുണ്ട്. തന്നെ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. മത്തായി 23-12, ലൂക്കോസ് 14-11, ലൂക്കോസ് 18-14 വാക്യത്തിലും നമ്മൾ ഈ ഒരു 3 കാര്യം പുതിയ നിയമത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം. അത് ദൈവത്തിന്റെ ഒരു വലിയൊരു നിത്യമായിട്ട് ഒരു പ്രമാണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തന്നെ എപ്പോഴും ആ ഒരു 0 ആയിട്ട് 0 ആയിട്ട് താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും ദൈവം നമ്മളെ ആത്മാവിനാൽ നിറച്ച് നമ്മളെ ആത്മീയമായിട്ട് ജഡത്തിന് മീതെ ലോകത്തിന് മീതെ സാത്താന്റെ മീതെ ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നു. നമ്മൾ ആ കാര്യമൊക്കെ നമ്മൾ അന്തിമവിജയ പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചായിരുന്നു. അത് ഞാൻ എക്സ്പ്ലനേഷനിൽ അത് പറയാൻ ഈ കഴിഞ്ഞ ആഴ്ച അത്രയും സമയമില്ലായിരുന്നുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞ്. പിന്നെ അവന്റെ 4 സ്റ്റെപ്സ് ഓഫ് പതനം, 4 സ്റ്റെപ്സ് ഓഫ് ഹിസ് ഫോൾ എന്തൊക്കെയാ? അവന് 3-ാം സ്വർഗത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്ക് വീണ കാര്യവും, 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ കാര്യം, 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇനി വീഴാൻ പോകുന്നതേ ഉള്ളൂ. വെളിപ്പാട് 12-9, അതായത് കർത്താവ് വരുന്നതിന് 3.5 വർഷക്കാലം മുമ്പായിട്ട് അവന്റെ ഒരു പതനം ഉണ്ടാവും. അവൻ പ്രധാന ദൂതനായിരിക്കെ ദൈവത്തിനെതിരെ മത്സരിച്ചപ്പോൾ 3-ാം സ്വർഗത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്ക് വീണു. ഇനിയിപ്പോ കർത്താവ് വരുന്നതിന് 3.5 വർഷക്കാലം മുമ്പായിട്ട് മൈക്കലിന്റെ നേതൃത്വത്തിൽ വലിയൊരു യുദ്ധം സ്വർഗത്തിൽ ഉണ്ടാകുമ്പോൾ അവനെ ഈ 2-ാം സ്വർഗത്തിൽ നിന്ന് പിടിച്ച് താഴെയിട്ട് ഭൂമിയിലോട്ട് എടുത്ത് താഴെയിടും. അപ്പം ഭൂമിയിൽ വന്ന് ടപ്പൊന്ന് പതിച്ചിട്ട് അവൻ ഭയങ്കര ഉഗ്രകോപത്തോടെ അണയാൻ പോകുന്നതിൽ ആളിക്കത്തു എന്ന് പറയുന്നതിന്റെ കുറച്ച് സമയം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ദൈവങ്ങൾക്കെതിരെ അവന്റെ വലിയ ക്രോധം ഇത് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് അതിനെ നമ്മൾ മഹോപദ്രവം അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ കാര്യമൊക്കെ നമ്മൾ വെളിപാട് 12-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിലൊക്കെ അവന് കുറച്ചു കാലം ഉണ്ടെന്ന് അറിഞ്ഞ് അവൻ വലിയ ക്രോധത്തോടെ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. വെളിപാട് 12-ാമത്തെ വാക്യം. അപ്പൊ അങ്ങനെ അവന് 3-ാം സ്വർഗത്തിൽ 2-ാം സ്വർഗത്തിലേക്ക് വീണു, 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴുന്നു. പിന്നെ ഭൂമിയിൽ നിന്ന് അവനെ ഈ അഗാധത്തിലേക്ക് തള്ളിയിടുന്ന കാര്യം നമ്മളിപ്പോ വെളിപാട് 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യത്തിൽ നമ്മൾ വായിച്ച്, പിന്നെ ഈ 20-ാം അധ്യായത്തിന് തന്നെ 10-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ അവന്റെ ഫൈനലായിട്ടുള്ള ജഡ്ജ്മെന്റ് ആയി. എന്താ 10-ാമത്തെ വാക്യം? വെളിപാട് 20-10 എന്താ വായിക്കുന്നേ? അവരെ വഞ്ചിച്ച് പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന അവന്റെ നേരത്തെ മൃഗവും കള്ളപ്രവാചനും സീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ പണ്ട് KSRTC ബസ്സിലേക്ക് കയറുമ്പോൾ ആദ്യമേ കയറുന്ന ഒരു സീറ്റ് പിടിച്ച് വെക്കും പിന്നെ വരുന്നവർക്കായിട്ട് എന്ന് പറയുന്നതിൽ മൃഗത്തെയും കള്ളപ്രവാചകനെ 1000 വർഷക്കാരൻ മുമ്പേ സീറ്റ് പിടിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പൊ അവര് പ്രധാന സീറ്റ് തന്നെ ഞങ്ങളുടെ പ്രധാനിയായിട്ടുള്ള സാത്താനും കൂടെ വരുന്നുണ്ട്, അവർക്കും കൂടെ സീറ്റ് പിടിച്ചുകൊണ്ട് ഇരിക്കുവാണ്. 1000 വർഷക്കാരോട് കാത്തിരിക്കും. അയ്യോ എപ്പോഴാ ഞങ്ങളുടെ പാതാളത്തിലെ പിതാവ് വരുന്നേ. നമ്മൾ ഈ C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ തത്വചിന്തകൻ എഴുതിയ സ്ക്രൂട്ടേറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ദുരാത്മാക്കള് സംബോധന ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് സ്വർഗത്തിലുള്ള നമ്മളുടെ പിതാവിനെ നമ്മൾ സ്വർഗസ്യ പിതാവിനെ വിളിക്കുന്നത് പോലെ അവര് വിളിക്കുന്നത് അധോലോകത്തുള്ള ഞങ്ങളുടെ പിതാവി എന്ന് പറഞ്ഞാണ് അവര് പാതാളത്തിലുള്ള അല്ലെങ്കിൽ അധോലോകത്തുള്ള ഞങ്ങളുടെ പിതാവി എന്ന് പറഞ്ഞാണ് അവര് സാത്താനെ വിളിക്കുന്നത്. ഈവൻ ജോൺ റാമറസ് എന്ന് പറഞ്ഞൊരു ആള്, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാള്. അദ്ദേഹം സീറ്റാനിക് വർഷിപ്പ് ചെയ്യുന്ന സീറ്റാനിക് വർഷിപ്പിന്റെ 3rd ആയിരുന്നു ഇൻ ദ റാങ്കില് ഓൾ ഓവർ ദ വേൾഡ്. എന്നുവെച്ചാൽ അതുപോലെ അതിന്റെ ഒരു ഹൈ പ്രീസ്റ്റ് മാതിരി മഹാപുരോഹിതന്മാര് സാത്താന്യ വർഷിപ്പ് എന്ന് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി ഒക്കെ യൂട്യൂബിൽ ജോൺ റാമറസ് ടെസ്റ്റിമണി, ജോൺ റാമറസ് REZ ആണ് എന്റെ ഓർമ്മ. ജോൺ റാമറസിന്റെ ടെസ്റ്റിമണി ഒക്കെ യൂട്യൂബിൽ അദ്ദേഹത്തിന് പല പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ടെസ്റ്റിമണി മാത്രമേ കണ്ട് പണ്ട് കേട്ടിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു തന്നെ കൊച്ചുനാൾ മുതലേ ഇങ്ങനെ സാത്താന്യ സേവയിലായിരുന്നു, അങ്ങനെയുള്ളൊരു കുടുംബത്തിലും മറ്റോ ജനിച്ചത്. അപ്പം സാത്താന്യ സ്വന്തം പിതാവായിട്ട്, ഡാഡ് എന്നുള്ള രീതിയിൽ പിതാവായിട്ട് അദ്ദേഹം കണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സീറ്റ് ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് ഏതോ കൊലപാതകം നടന്നതിന്റെ എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് നോക്കാൻ പറ്റിയില്ല. പത്രത്തിലൊക്കെ യൂട്യൂബിലൊക്കെ അതുള്ള വാർത്ത ഉണ്ടായിരുന്നു.
സ്വന്തം അച്ഛനെ കൊന്ന ആ പയ്യന് ഇതുപോലെ ബ്ലാക്ക് മാജിക്കോ ഏതാണ്ട് അതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സീറ്റൻ വർഷിപ്പ് ഒക്കെ അങ്ങനെയുള്ള കാര്യമൊക്കെ വളരെ റിയൽ ആയിട്ട് ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ സാത്താനെ ആണ് അവര് പിതാവായിട്ട് കരുതുന്നതെന്ന് പറയുന്ന അത് നമ്മൾ ആദ്യം ഞാനത് ആ ടെസ്റ്റ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മള് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന പോലെ സീറ്റൻ വർഷിപ്പേഴ്സ് സാത്താനെ പിതാവെന്ന് വിളിക്കുന്നത് എത്രമാത്രം ഒരു ജുഗുപ്സാവഹമായ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം. അപ്പൊ എന്നാൽ അതുപോലുള്ളൊരു കാര്യങ്ങളാണ്. എന്നാൽ ആ സാത്താന്റെ പിടിയിൽ നിന്ന് ദൈവം അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കുന്ന ആ ഒരു വലിയ പോരാട്ടവും ആ ഒരു വലിയ ഒരു ടെസ്റ്റ് മണിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈവൻ വിഗ്രഹങ്ങൾക്ക് പിന്നിൽ ഭൂതാത്മാക്കള്, ഒരു വിഗ്രഹം നിങ്ങളുടെ വീട്ടിലോട്ടൊരു ഭൂതത്തെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു വിഗ്രഹത്തെ എടുത്തുകൊണ്ട് പോയാൽ മതി. ഇനിയിപ്പം മറിയത്തിന്റെയും യേശുവിന്റെയും വിഗ്രഹം ആയാലും വേണ്ടില്ല, ഏത് വിഗ്രഹത്തെ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വെച്ചാലും നിങ്ങളൊരു ഭൂതാത്മാവിനെ എടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കുന്നതിന് തുല്യമെന്ന് വെച്ചാൽ വിഗ്രഹം എന്ന് അദ്ദേഹത്തിന്റെ ആ ടെസ്റ്റ് മണിയിൽ പറയുന്നുണ്ട്. അതായത് അത് വചനത്തിലുള്ള കാര്യമാണ്. 1 കൊരിന്ത്യർ 10-ാം 20-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ വെളിപാട് 20:10 വായിച്ച് 1 കൊരിന്ത്യർ 10:20 എന്താ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്നവര് ഭൂതങ്ങൾക്ക് അർപ്പിക്കുന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വിഗ്രഹങ്ങളെല്ലാം വിട്ടോടാനായിട്ട് 1 യോഹന്നാൻ 5-ാം 20-ാമത്തെ വാക്യത്തിലും 1 കൊരിന്ത്യർ 10-ാം 14-ാമത്തെ വാക്യത്തിലൊക്കെ വിഗ്രഹങ്ങളെ വിട്ടോടുവിൻ എന്ന് നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഫ്ലീ ഐഡോളട്രി, ചിൽഡ്രൻ കീപ് യുവർ സെൽഫ് ഫ്രം ഐഡൽസ്. വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ സൂക്ഷിക്കുവിൻ. അത് ആക്ഷരികമായിട്ടുള്ള വിഗ്രഹങ്ങളാവട്ടെ, ആലങ്കാരികമായിട്ടുള്ള വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്ഥാനം എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങൾ അതിൽ നിന്നെല്ലാം വിട്ട് പോകണം. അല്ലെങ്കിൽ പിന്നെ വിഗ്രഹങ്ങളെയും എല്ലാം സേവിച്ച് നമ്മൾ അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ അവസാനം ഇനിയിപ്പോ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ പോലും രക്ഷ നഷ്ടപ്പെടാവുന്ന ഒരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് വചനത്തില് ഉടനീളം പറയുന്നുണ്ട്. എസ്പെഷ്യലി അന്ത്യകാലത്ത് വിശ്വാസത്യാഗം സംഭവിക്കും. ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്. വിശ്വാസത്തിൽ നിന്ന് പലരും വീണു പോകും. പക്ഷെ വിശ്വാസത്തിലുള്ളവരാണല്ലോ വീണു പോകുന്നത്. വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ തന്നെ അവർ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ വിശ്വാസം ത്യജിച്ചു, അവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയി. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി വിശ്വാസത്യാഗവും അപ്പോസ്റ്റസിയൊക്കെ സംഭവിക്കുന്നതായിട്ട് 2 തെസ്സലോനിയർ 2-ാം 4-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ ത്യാഗമൊക്കെ ഉള്ള വിശ്വാസത്യാഗമൊക്കെ സംഭവിക്കുന്നവർ, വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നവരൊക്കെ അദ്ദേഹത്തോളം പിടിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. മത്തായി 24:12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പിടിച്ചു നിൽക്കാതെ വിശ്വാസത്തിൽ വീണു പോകുന്നവര് ഈ സാത്താന്റെ കൂടെ അവർക്കും അവിടെ സീറ്റ് ഉണ്ടായിരിക്കും, എവിടെ തീപ്പൊയ്കയില്. അപ്പൊ ആദ്യം സീറ്റ് പിടിച്ചിട്ട് ആരൊക്കെ കള്ളപ്രവചന മൃഗമൊക്കെ എതിർക്രിസ്തുവും കള്ളപ്രവചനൊക്കെ ആദ്യം 1000 വർഷക്കാലത്തിന് മുമ്പേ, അതായത് കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലേ അവരെ പിടിച്ച് തീപ്പൊയ്കയിലിട്ടു. അവരെ സീറ്റൊക്കെ പിടിച്ചു വെച്ചു സാത്താന്. 1000 വർഷം അവര് കാത്തിരുന്നു. 1000 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ വഞ്ചിച്ച് പിശാച് ഈ ഭൂമിയിലുള്ള ആൾക്കാരെയൊക്കെ വഞ്ചിച്ച് പിശാചിനെ കുറിച്ച് പറയുന്നത് 10-ാമത്തെ വാക്യത്തിൽ. അവരെ വഞ്ചിച്ച് പിശാചിനെ വെളിപാട് പുസ്തകം 20-ന്റെ 10-ാമത്തെ വാക്യം, പിശാചിനെ മൃഗവും കള്ളപ്രവചനം കിടക്കുന്ന ഗന്ധക പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. അത് കത്തിയങ്ങ് തീരത്തൊന്നുമില്ല, എന്നേക്കും. they will be tormented day and night forever. അത് ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറയുന്നത്. അതായത് ഇതന്നെ പറയുന്നേ, അത് അനീലിയേഷൻ എന്ന് പറയുന്നത് പോലെ, അനീലിയേഷൻ ഒരു വാക്കുണ്ട്, വെച്ചാൽ അങ്ങ് നശിച്ചു പോകത്തില്ല, മറിച്ച് അവരെ എന്നേക്കുമായിട്ട് ദണ്ഡിക്കപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനം മാറിപ്പോകത്തില്ല. പിന്നെന്താ പറയുന്നേ, നമ്മൾ ബാബിലോണിന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും വെളിപാട് ദിവസം 19-ന്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നേ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്നുള്ള കാര്യം വായിക്കുന്നത്. ഇപ്പൊ എന്നേക്കുമായിട്ടുള്ള ഒരു ന്യായവിധി. എന്തായാലും നരകത്തിലങ്ങ് പോയി, അല്ല അങ്ങ് കഴിഞ്ഞല്ലോ, അങ്ങ് കത്തി തീർന്നു എന്നുള്ള ഒരു കാര്യം അല്ല. അത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം എന്നേക്കുമായിട്ടുള്ള ന്യായവിധിയായിട്ടാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ ന്യായവിധി ആയിരിക്കുമോ? എല്ലാ പാപികൾക്കും ഒരേ ന്യായവിധി ആയിരിക്കുമോ? അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെയല്ല. അത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കാര്യത്തിലേക്ക് നമുക്ക് വരാൻ. വെളിപാട് 20-12 നമ്മളത് വായിക്കുന്നുണ്ട്. അതിന്റെ അവസാനം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം, വെളിപാട് 20-12 അതിന്റെ ലാറ്റർ പാർട്ട്, അതിന്റെ അവസാന പകുതിയിൽ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പം സാത്താനോടും മൃഗത്തോടും ക്രിസ്തുവും ഒക്കെ ആയിരിക്കും സെന്ററിൽ ഉണ്ടായിരിക്കുന്നത്. തീപ്പൊയ്കയുടെ ഏറ്റവും ചൂടെന്ന് പറഞ്ഞാൽ ആലങ്കാരിക പ്രയോഗം, അതുപോലെ അതിനെക്കാട്ടും വഷളായിട്ടുള്ള കാര്യമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോ അവരായിരിക്കും സെന്ററിൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും അവരോട് തൊട്ടടുത്ത ഉണ്ടായിരിക്കുന്ന ആരൊക്കെയാന്ന് ചോദിച്ചാൽ അതുപോലെ തങ്ങളെ തന്നെ ഉയർത്തിയവരായിരിക്കും, തങ്ങളുടെ ഇഷ്ടം ചെയ്തവരും, അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിച്ചവരും, പല കൊലപാതകങ്ങളും റേപ്പും മർഡറും അതുപോലെയൊക്കെയുള്ള ഒരുപാട്, അതുപോലെ മറ്റുള്ളവരെ നമ്മൾ കയ്യിന്റെ പാപവും ആദാമിന്റെ പാപവും കയ്യിന്റെ പാപവും എന്നൊക്കെ പറഞ്ഞ് നമ്മളത് സാക്ബറിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉദാഹരണം, കയ്യിന്റെ പാപം കൂടുതൽ ഗൗരവതരമായിരുന്നു. ആദാം പാപം ചെയ്തപ്പം അവനെതിരെ അവനെ
അതിന്റെ പ്രത്യാഘാതങ്ങൾ എല്ലാവരും ബാധിച്ചെങ്കിൽ പോലും അവനത് ദൈവത്തിനെതിരെ ചെയ്തൊരു പാപം മാത്രമായിരുന്നു. എന്നാൽ കയ്യിന്റെ പാപം ദൈവത്തിനെതിരെയും മറ്റൊരുവിനെതിരെയും, അതായത് ഹാബേലിനെതിരെയും കൂടെ ചെയ്തൊരു പാപം വെച്ചാൽ മറ്റുള്ളവർക്കെതിരെ ചെയ്യുന്ന പാപങ്ങൾക്ക് കൂടുതൽ ശിക്ഷാവിധി ഉണ്ടാവും. നമ്മൾ മറ്റൊരാളെ പരദൂഷണം പറയുന്നത് സിഗരറ്റ് കുടിക്കുന്നതിനെക്കാട്ടിൽ അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നതിനെക്കാട്ടിലും മോശമായിട്ടുള്ള പാപമാണ് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. കള്ളു കുടിക്കുമ്പോഴും സിഗരറ്റ് കുടിക്കുമ്പോഴും അവനെതിരെ തന്നെ പാപം ചെയ്യുന്നേ, അതായത് ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നു, അവനെ തന്നെ അത് ബാധിക്കുന്നേ. എന്നാൽ നമ്മൾ ഒരാളോട് കോപിച്ച് സംസാരിക്കുന്നു, ഒരാളെ മുറിപ്പെടുത്തുന്നു, നമ്മൾ ദൈവജനം പറയുമ്പോൾ വേറെ ആരെങ്കിലും മുറിപ്പെടുന്ന ആ ഒരു കാര്യമല്ല പറയുന്നത്. എന്നാൽ നമ്മളുടെ കോപത്തിൽ നിന്ന്, നമ്മുടെ ജഡത്തിൽ നിന്ന് നമ്മൾ വേറെ ആളെ മുറിപ്പെടുത്തുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഗൗരവമാവുക. നമ്മൾ ഒരാളെ കുറിച്ച് പരദൂഷണം പറയുന്നു, അയാളുടെ ഇല്ലാത്ത സമയത്ത് ആളില്ലാത്ത സമയത്ത് ആളെ കുറിച്ച് മറ്റുള്ളവരോട് ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് രസിക്കുന്നു. ചിലപ്പോൾ പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എന്നാൽ പരദൂഷണം പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ ഗൗരവമുള്ള പാപമാണ്. അപ്പൊ അങ്ങനെ കൂടുതൽ അപ്പൊ സാത്താന്റെ ഏറ്റവും അടുത്തുള്ളവർ അതുപോലുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഈ തീപ്പൊയ്കയുടെ പെരിഫറിയിലും ഒത്തിരി ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ അവര് കർത്താവിന്റെ സുവിശേഷം കേട്ടിട്ടും അവരങ്ങ് രക്ഷിക്കപ്പെടാതെ ഇരുന്നവര്, അവരുടെ ജീവിതത്തിൽ അവര് രക്ഷ അനുഭവിച്ചിട്ടില്ല. എന്നാൽ വലിയ മോശം എന്ന് പറയത്തൊക്കെ വേണമെന്നില്ല. അപ്പൊ അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമുള്ളൊരു ന്യായവിധിയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നത്. ദൈവത്തിന്റെ ഒരു ന്യായമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദിമവചന പുസ്തകത്തിൽ നമ്മൾ ആ 3-ാമത്തെ വചനത്തിന്റെ ആ ഒരു എക്സ്പ്ലനേഷനിൽ നമ്മൾ പിന്നെ വേറെ എന്തൊക്കെയാ കണ്ടത്? സാത്താന്റെ ആ ഒരു വഞ്ചനയെയാണ് കർത്താവ് എടുത്തു പറയുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അതിന്റെ ആ 3-ാമത്തെ വാക്യത്തിൽ സോ ദാറ്റ് ഹി നോട്ട് ഡിസീവ് ദ നേഷൻസ്. അവന് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വഞ്ചിക്കുക, പിന്നെ പ്രോസിക്യൂഷൻ, ഉപദ്രവിക്കുക, പീഡനം. അപ്പം എന്നാൽ ദൈവം കൂടുതൽ മുന്നറിയിപ്പ് നൽകുന്നത് എന്തിനാ? പീഡനം ഉണ്ടെങ്കിലും അവര് കൂടുതൽ കർത്താവിനോട് അടുക്കത്തേ ഉള്ളൂ. എന്നാൽ വഞ്ചിച്ച ആൾക്കാരെ നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനാണ് അവന്റെ സ്പെഷ്യലൈസേഷൻ. അതാ നമ്മൾ അതിന്റെ 3-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്ന 20-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തില് ജാതികളെ 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിടും. അപ്പം വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയാ അവരെ പ്രാഥമികമായിട്ടുള്ള മിനിസ്ട്രി. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പീഡനമൊന്നുമല്ല. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ദൈവങ്ങൾക്കെതിരെ പീഡനവും കാര്യങ്ങളും ഒക്കെ പലയിടങ്ങളിലും നടക്കുന്നു. ഈവൻ നമ്മൾ തന്നെ ദൈവത്തിനായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ പല രീതിയിൽ ഉള്ള പീഡനങ്ങളും ഒറ്റപ്പെടലുകളും കളിയാക്കലുകളും നിന്ദകളും ഒക്കെ സഹിക്കേണ്ടി വരുന്നു. അതിനായി അത് ദൈവത്തിനായിട്ട് നമ്മൾ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിൻ്റെതായ പല ഒരു വില കൊടുക്കേണ്ടതായിട്ട് നമ്മൾ പലയിടത്തും വരുന്നു. അപ്പൊ അതൊക്കെ പീഡനവും ഉപദ്രവവും ഒക്കെ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കത്തേ ഉള്ളൂ. എന്നാൽ ആ സമയത്തും വിശ്വാസം വിട്ടുപോകുന്നവരുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ വഞ്ചിക്കപ്പെടുന്ന, അതായത് നമ്മള് ഭക്തി ഇല്ലാതിരിക്കെ, അതായത് നമ്മൾ ദൈവത്തോട് അടുത്തല്ല ഇരിക്കുന്നത്, എന്നാൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്ത ആളാന്ന് നമുക്ക് തന്നെ അങ്ങ് ബോധ്യപ്പെടുക. നമ്മള് വളരെ അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും ഞാൻ വലിയ വിശുദ്ധനാണെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് ആത്മാവിന്റെ ഒരു അഭിഷേകവും നിറവൊന്നും ഇല്ലാതിരിക്കെ എന്തൊക്കെയോ ഭാഷ പറഞ്ഞുകൊണ്ട് എനിക്ക് അന്യഭാഷയുണ്ട്, അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവനാണെന്ന് ഒരാളങ്ങ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം തന്നെ ദൈവത്തിന്റെ വലിയ വലിയ വിലയേറിയ ദാസന്മാരെന്നും പറഞ്ഞ് ഉള്ള കുറെ ആൾക്കാര് എന്നാൽ അവര് പണത്തിന്റെ ദാസന്മാരായിട്ട് ആയിരിക്കുന്നതായിട്ട് ഈവൻ അവിശ്വാസികൾക്ക് പോലും പകൽ പോലെ വെളിച്ചമായിരിക്കെ അവര് വഞ്ചിക്കപ്പെട്ടിരിക്കും. അപ്പൊ അവര് സാത്താനെ വഞ്ചിച്ചിരിക്കും. അപ്പൊ ഈ വഞ്ചനയാണ് അവന്റെ ഒരു മാസ്റ്റർ സ്കിൽ ആയിട്ട്. അവന്റെ പ്രോസിക്യൂഷൻ ഉണ്ട്, ഉപദ്രവമുണ്ട്, പീഡനമുണ്ട്. എന്നാൽ അവന്റെ മാസ്റ്റർ സ്കിൽ, അവന്റെ ഏറ്റവും വലിയ നൈപുണ്യം ഏതാന്ന് ചോദിച്ചാൽ അവന്റെ വലിയ കഴിവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരെ വഞ്ചിക്കുക എന്നുള്ളതാണ്. ഇത് ആത്മീയമല്ലാതെ വീണ്ടും ജനിക്കാതിരിക്കുക, വീണ്ടും ജനിച്ചെന്ന് വിശ്വസിപ്പിക്കുക, പരിശുദ്ധാത്മ നിറവില്ലാതിരിക്കുക, പരിശുദ്ധാത്മ നിറവുണ്ടെന്ന് വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളോട് നമ്മൾ ക്ഷമിച്ചില്ലായിരിക്കും, എന്നാൽ ഞാനങ്ങ് ക്ഷമിച്ചു എന്ന് നമ്മളെ തന്നെ അങ്ങ് വഞ്ചിക്കുക. അങ്ങനെയൊക്കെയുള്ള പല ആത്മീയ വഞ്ചന, നമ്മെ തന്നെ ഉള്ള ഒരു സ്വയം വഞ്ചനയിലേക്ക് പോകുന്ന ഒരു കാര്യമൊക്കെയാണ്. നമ്മൾ ആ ഒരു വാർണിങ്ങിനെ കുറിച്ചൊക്കെ നമ്മളിപ്പം അന്തിമവചന പുസ്തകത്തിലെ ആ ഒരു പോർഷൻ നമ്മളത് വായിച്ചു. അവന്റെ വഞ്ചനയെ കുറിച്ച്, അവന്റെ സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ എന്നൊരു വാക്യം ഇവിടെ നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ പൗലോസ് പറയുമോ, ഞാന് 1 കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തില് ഒരു മനുഷ്യൻ തന്റെ അപ്പന്റെ ഭാര്യയോടുകൂടി ശയിച്ച ഒരു മനുഷ്യനെ സഭയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞ ആ ശിക്ഷണത്തിനൊക്കെ വിധേയമാക്കി. എന്നാൽ അദ്ദേഹത്തോട് ശിക്ഷണത്തിനൊക്കെ വിധേയമാക്കി. എന്നാൽ
ഞാനതങ്ങ് ക്ഷമിക്കുന്നു, അവനത് മാനസാന്തരപ്പെട്ടു വന്നതുകൊണ്ട് അപ്പോസ്തലൻ എന്ന നിലയിൽ ആത്മീയ അധികാരത്തോടെ ആ കാര്യങ്ങളെ ഞാൻ ഫൊഗീവ് ചെയ്യുന്നു, ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, സോ ദാറ്റ് 11-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? 2 Corinthians 2:11 സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അപ്പം അവനെ ചേർക്കേണ്ട സമയത്ത് ചേർക്കാതിരുന്നാലും സാത്താന്റെ തന്ത്രം, നമ്മൾ ഒരാൾ ക്ഷമിക്കാതിരുന്ന സാത്താന്റെ ഒരു തന്ത്രമാണ് നമ്മളെ മറ്റൊരാളോട് ക്ഷമിക്കാതിരിക്കുന്നത്. ഓഫ് കോഴ്സ് 1 Corinthians 5 ശിക്ഷണത്തിന് വിധേയമാകുമ്പോഴും പൗലോസിന് പൗലോസ് അത് ആത്മീയ അധികാരത്തോടെ, അപ്പോസ്തലൻ എന്ന നിലയിൽ ആത്മീയ അധികാരത്തോടെ ആ ഒരു ശിക്ഷണത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതല്ലാതെ പൗലോസിന് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമോ വൈരാഗ്യമോ അക്ഷമയൊന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ ഈ ഒരു ക്ഷമിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റില് പൗലോസ് പറയുക, ആ ഒരു ക്ഷമിക്കേണ്ടതായിട്ടുള്ളൊരു സമയത്ത്, സഭയായിട്ട് ക്ഷമിച്ച് ചേർക്കേണ്ടതായിട്ടുള്ളൊരു സമയത്ത് അദ്ദേഹത്തെ ചേർക്കാതിരുന്നാൽ എന്താ, അത് സാത്താന് ഒരു തന്ത്രം അവിടെ വെളിവാകും. അതുകൊണ്ട് സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഫോർ വി ആർ നോട്ട് ഇഗ്നോറന്റ് ഓഫ് ഹിസ് സ്കീംസ്. വളരെ തന്ത്രങ്ങളുള്ള ഒരു ആളാണ് ആര്? തന്ത്രശാലിയാണ് സാത്താൻ എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നത്. പിന്നെ ഈ ഒരു 1000 വർഷക്കാലം ഭരണത്തെ ഒരു ശബ്ബത്ത് വിശ്രമത്തോട് ഉപമിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം പുസ്തകത്തിൽ പിന്നീട് നമ്മൾ വായിച്ച് 2 പത്രോസ് 3-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം. 2 പത്രോസ് 3:9 നമുക്ക് പലർക്കും പരിചയമായിരിക്കും. എന്താ? കർത്താവ് ദീർഘക്ഷമയോടെ ഇരിക്കുന്നത് നമ്മള് മാനസാന്തരപ്പെടാൻ വേണ്ടിയാ. എല്ലാവരും മാനസാന്തരപ്പെട്ട് ഭാഗത്തേക്ക് വരണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വാക്യം. ദൈവം സ്ലോ ആയിട്ടല്ല, ദൈവം മന്ദഗതിയിലായിട്ടല്ല, മന്ദിച്ചിരിക്കുകയല്ല, മറിച്ച് കർത്താവ് വെയിറ്റ് ചെയ്യുവാണ്, കാത്തിരിക്കുവാണ് എല്ലാവരും രക്ഷിക്കപ്പെടാനായിട്ട്, മാനസാന്തരപ്പെടാനായിട്ട്. 9-ാമത്തെ വാക്യം 2 Corinthians 3:9 നമ്മൾ വായിക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യ നമ്മളിപ്പം അന്ത്യവചന പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മളത് വായിച്ചു കേട്ടു. എന്താ? എന്നാൽ പ്രിയമുള്ളവര്, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പം ദൈവം ഇറ്റേണൽ പ്രസന്റില്ല, നിത്യമായ ഒരു വർത്തമാനകാലത്തിലെ കർത്താവ് ഉള്ളത്. കർത്താവിന് ഭാവി ഭൂതം വർത്തമാനം എന്നൊക്കെ പറയുന്നത് കർത്താവിന് എപ്പോഴും പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാല് ഭാവിയിൽ 10 വർഷം കഴിഞ്ഞ് നടക്കാനുള്ളതും കർത്താവിന് ഇപ്പോൾ നടക്കുന്നത് പോലെ കർത്താവിന് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. 1000 വർഷക്കാലം മുമ്പ് നടന്നൊരു കാര്യം ഇപ്പൊ നടക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം കർത്താവിന് വ്യക്തമാണ്. അതുകൊണ്ട് ഗോഡ് ലിവ്സ് ഇൻ ഇറ്റേണൽ പ്രസന്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. എന്ന് വെച്ചാൽ ദൈവം ഒരു നിത്യമായ വർത്തമാനകാലത്തിലെ ദൈവത്തിന് നമുക്കാണ് ഈ ഫൈനൈറ്റ് മൈൻഡുള്ള ഒരു 1/4 ബുദ്ധിയുള്ള 1.4 kg വെയിറ്റ് മാത്രമുള്ള ബ്രെയിനുള്ള നമ്മൾ ഈ മനുഷ്യർക്കാണ് ഭാവിയും വർത്തമാനവും ഭൂതകാലവും ഒക്കെ ഉള്ളത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. ദൈവം എല്ലാം നിത്യമായിട്ടുള്ള ഒരു പ്രസന്റില്ല ഉള്ളത്. അപ്പം ദൈവത്തെ സംബന്ധിച്ചോളം ഒരു ദിവസം എന്ന് പറയുന്നതിന് 1000 വർഷക്കാലം പോലെ ദൈവത്തിന് അതിന്റെ ഓരോ നിമിഷത്തിന്റെ ഓരോ കണവും അതുപോലെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചുള്ള 1000 വർഷക്കാലം എന്ന് പറയുന്നത് പോലും ഒരു ദിവസം പോലെ, ഒരു ചെറിയൊരു നിത്യതയോട് കമ്പയർ ചെയ്യുമ്പോൾ 1000 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു ദിവസം പോലെ ചെറിയൊരു ഇതുപോലെ. അപ്പൊ അങ്ങനെ ദൈവത്തിന് ഉള്ള ഒരു കാര്യം അവിടെ 2 പത്രോസ് 3:8 നമ്മൾ വായിക്കുന്നു. അപ്പം നമ്മള് ബൈബിള് അനുസരിച്ച് മനുഷ്യ ചരിത്രം, അതായത് ആദാം സൃഷ്ടിക്കപ്പെട്ടത്, ആദാമിന്റെ സൃഷ്ടി, മനുഷ്യന്റെ സൃഷ്ടി ഇന്ന് നടന്നതായിട്ടാണ് നമ്മള് ദൈവശാസ്ത്രപരമായിട്ട്, തിയോളജിക്കലായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാല് ആദാം മുതലുള്ള തലമുറകളെല്ലാം നമ്മള് അതുപോലെ ബൈബിൾ പണ്ഡിതന്മാര് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരെത്തിയിരിക്കുന്ന ഒരു കൺക്ലൂഷൻ പറഞ്ഞാല് ഇപ്പോ നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഏകദേശം 6000-ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ആദാമിനെ ഹവ്വയെ ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ഭൂമിയിലുള്ള ഇപ്പം എന്താ പറയുക, ഫോസിൽസോ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകർ പറയുന്ന കാര്യങ്ങളോ, കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളോ, അങ്ങനെയൊക്കെയുള്ള എവല്യൂഷൻ തിയറിക്കാർ പറയുന്ന സോളിബിൾ ആയിട്ടുള്ള എവിഡൻസസ് അവരുടെ ഓരോ കാര്യങ്ങളിലൊന്നും ഒത്തിരി കാര്യങ്ങളൊക്കെ ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ശാസ്ത്രീയ തെളിവുകളായിട്ട് എവല്യൂഷൻകാർ പറയുന്നത്. എന്നാൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് എത്ര നാളാന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അത് വചനത്തിൽ നമുക്ക് അതിന്റെ സൂചനയൊന്നുമില്ല. എന്നാൽ വചനത്തിലുള്ള ഒരു സൂചന എന്ന് പറഞ്ഞാൽ ആദാമിനെ സൃഷ്ടിച്ചത് ഏകദേശം 6000 വർഷങ്ങൾ മുമ്പ്. എന്നുവെച്ചാൽ കർത്താവ് വന്നത് ഏകദേശം 2000 വർഷം മുമ്പാന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മള് 2025 പറയുമ്പോൾ BC 4 കർത്താവ് വന്നേ. അപ്പം 2025 + 4 2029 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ഭൂജാതനായത്. എന്നാൽ അതിലും 4000 വർഷത്തോളം ഉള്ള ചരിത്രമാണ് നമ്മൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ മനുഷ്യരുടെ ഓരോ ആദാം എത്ര വർഷങ്ങൾ ജീവിച്ചിരുന്നു, ആദാമിന്റെ പുത്രന്മാരുടെ തലമുറകളെല്ലാം താഴോട്ട് പ്രഖ്യാപിക്കുമ്പോൾ, അതെല്ലാം വിവരിക്കുമ്പോൾ, പിന്നെ നമ്മൾ മത്തായി 1-ാം അധ്യായത്തിലും
14 തലമുറ എന്നൊക്കെ പറഞ്ഞ് ആദാം മുതൽ എബ്രഹാം വരെ, പിന്നെ എബ്രഹാം മുതൽ ദാവീദ് വരെ, ദാവീദ് മുതൽ കർത്താവ് വരെ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യമൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പൊ അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേദപണ്ഡിതർ പറയുന്നതെന്ന് പറഞ്ഞാൽ 6000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളവിടെ ഞാനിപ്പോ പറഞ്ഞ റെഫറൻസ് മത്തായി 1:17 വാക്യം. ഇങ്ങനെ തലമുറകളാകെ എബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാലിൽ പ്രവാസത്തോളം 14, ബാലിൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു എന്നുള്ള കാര്യം. ആദാം മുതൽ എബ്രഹാം വരെ അല്ല, സോറി, നമ്മളിവിടെ വായിക്കുന്നത് എബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിൽ പ്രവാസത്തോളം 14, ബാബിൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാൽക്കുലേഷൻസ് കാരണം 6000 വർഷക്കാലമാണ് മനുഷ്യനായിട്ട്. അപ്പം മനുഷ്യരാശി ഉണ്ടായിട്ട് 6000 വർഷക്കാലം, ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു 1000 വർഷക്കാലം. അപ്പം 6000 വർഷക്കാലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1000 വർഷക്കാലമാണ് ഈ ഒരു മില്ലിനിയൽ റെയിൻ, സഹസ്രാബ്ദ വാഴ്ച. അപ്പൊ അതൊരു നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് 6 ദിവസം ദൈവം സൃഷ്ടി നടത്തി, 7ാമത്തെ ദിവസം വിശ്രമിച്ചു. ഒരു സബത്ത് വിശ്രമമായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് 6000 വർഷക്കാലം മനുഷ്യരാശി, പിന്നെ കർത്താവത്തോടുള്ള ഒരു 7ാമത്തെ ഒരു സംവത്സരം, 7ാമത്തെ ഒരു സഹസ്രാബ്ദം, സംവത്സരമല്ല സഹസ്രാബ്ദം, 1000 വർഷക്കാലം. അബ്ദം എന്ന് പറഞ്ഞ വർഷം, സഹസ്രം എന്ന് പറഞ്ഞ 1000, സഹസ്രാബ്ദം, 1000 വർഷക്കാലം കർത്താവായിട്ടുള്ള ഒരു റെസ്റ്റ്, അതൊരു സബത്ത് റെസ്റ്റിനോട് ഉപമിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം 1000 വർഷക്കാലമുള്ള ഒരു ഭരണം എന്ന് പറയുന്നത് ഒരു ഫെയറി ടെയിൽ മാതിരി ഒരു സാങ്കല്പിക കഥയല്ല. എന്നാൽ അത് അങ്ങനെ 1000 വർഷം മനുഷ്യരാശി ഉണ്ടായെങ്കിൽ ഒരു 1000 വർഷക്കാലം കർത്താവിന്റെ കൂടുതൽ ഒരു ഭരണം ഉണ്ടായിരിക്കും. ആ ഭരണകാലത്ത് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ വചനത്തിൽ നിന്നുള്ള പല സൂചനകളൊക്കെ ഈ അധ്യായത്തിൽ നമ്മൾ അതിമോചന പുസ്തകത്തിലെ ഏഷ്യാവിൽ നിന്നൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച റെഫറൻസസ് മാത്രമേ ഞാനിപ്പം വായിക്കാം. ഏഷ്യാവ് 11 അധ്യായത്തിന്റെ ഏഷ്യാവ് 11 അധ്യായത്തിന്റെ അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇത് 1000 വർഷക്കാലം കർത്താവിന്റെ ആ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് ആക്ഷരികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് ആത്മീയമായിട്ട് ദൈവത്തിന്റെ സഭയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളിവിടെ വായിക്കുന്നത് അതിന്റെ 11ന്റെ 6ാമത്തെ വാക്യം, ചെന്നായ കുഞ്ഞാടിനോടുകൂടി പാർക്കും. ആക്ഷരികമായിട്ടും ചെന്നായ കുഞ്ഞാടിനോടുകൂടി പാർക്കുന്ന ഒരു നാള് വരാൻ പോവുകയാണ്. കർത്താവ് 2ാമത് വന്ന 1000 വർഷക്കാലം ഭരണം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഏദൻ തോട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. ഏദൻ തോട്ടത്തില് കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ് ഒന്നും ആ സമയത്തില്ലായിരുന്നു. ശാപത്തിന് ശേഷമാണ് ഭൂമിയെ ശപിച്ചതിന് ശേഷം, ആദാമിനെ ദൈവം ശപിച്ചില്ല, ഭൂമിയെ ശപിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നത്. സർപ്പത്തെ ശപിക്കുന്നു, ഭൂമിയെ ശപിക്കുന്നു, പിന്നെ കയ്യൻ പാപം ചെയ്യുമ്പോൾ കയ്യനെ ശപിക്കുന്നു. ആദ്യം ശപിക്കപ്പെട്ട മനുഷ്യൻ ആദാമല്ല, കയ്യനാണെന്നുള്ള കാര്യം നമ്മൾ വചനം വ്യക്തമായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ദൈവം ഭൂമിയെ ശപിച്ചതിന് ശേഷമാണ് മുള്ളും പറക്കാരയും അതുപോലെ വേദനയുള്ള പ്രസവവും വിയർപ്പും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷമാണ് മാംസഭോജനം, അതായത് മാംസഭുക്കുകളായിട്ടുള്ള ചില മൃഗങ്ങൾ മാംസഭുക്കുകളായിട്ട് ആയിത്തീർന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എന്നാ ഏദൻ തോട്ടത്തില് പാപം വരുന്നതിന് മുമ്പേ ചെന്നായും കുഞ്ഞാടും ഒക്കെ ഒരുമിച്ച് ദോസ്തുകളായിരുന്നു, കൂട്ടുകാരായിരുന്നു. പിന്നെ കർത്താവിന്റെ 1000 വർഷക്കാലം ഭരണത്തിലും അങ്ങനെ സംഭവിക്കും. നമ്മൾ ഇത് തന്നെ സഗ്ബർന്ന് കേട്ടിട്ടുണ്ട്. ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ സഭയിലും ഈ ഒരു ചെന്നായും കുഞ്ഞാടും ഒക്കെ ഒരുമിച്ച് പാർക്കും. എന്ന് പറഞ്ഞാൽ എന്താ, ചിലരാണെങ്കിൽ ചെന്നായെ പോലെ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുന്നേ, ചാടി കടിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും. ഭയങ്കര എന്ന് പറഞ്ഞാല് വെട്ടുന്നൊരു മുറി രണ്ടെന്ന് പറയുന്ന രീതിയിലുള്ള സ്വഭാവമുള്ള ചില എടുത്തുചാട്ടക്കാരും, പത്രോസിനെ പോലുള്ള ചില എടുത്തുചാട്ടക്കാര്. എന്നാൽ കുഞ്ഞാടിനെ പോലെ, യോഹനാനെ പോലെ കർത്താവിന്റെ മാറോടൊക്കെ ചാരി, ഇപ്പം അവിടെ യോഹന്നാൻ 20ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോ യോഹന്നാൻ ഓടി വന്ന് ആദ്യം കല്ലറക്കിലെത്തിയത് മഗ്ദലക്കാരി മറിയം പറഞ്ഞ്. എന്നാലും യോഹന്നാൻ അവിടെ ആലോചിച്ച് നിൽക്കുക, കയറണോ വേണ്ടായോ. പത്രോസ് എന്നും യോഹന്നാനും കൂടെ ഒരു ശേഷം തള്ളി മാറ്റിയിട്ട് പത്രോസിന്റെ തനി സ്വഭാവത്തിലങ്ങ് സ്വതസിദ്ധമായ ശൈലിയിൽ പത്രോസ് അങ്ങ് യോഹനാനെയും കൂടെ മാറ്റി നിർത്തിക്കൊണ്ടെന്ന വണ്ണം ആ കല്ലറയ്ക്കുള്ളിലോട്ട് കയറി ചെന്ന് നോക്കി. പിന്നെ യോഹനാനും കയറി ചെന്ന് നോക്കിയതായിട്ട് നമ്മളിവിടെ വായിക്കുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു വെച്ചാൽ 2 ടെമ്പറമെന്റ് ആയിരുന്നു, 2 സ്വഭാവ രീതികളായിരുന്നു രണ്ടുപേർക്ക്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ 5 പേരിലുണ്ടെങ്കിൽ 5 പോലെ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പലരുടെയും പല സ്വഭാവ രീതികൾ. ചിലർ കുറച്ച് സ്വതവേ ശാന്തശീലരായിരിക്കും. അകമേ ശാന്തശീലം എന്ന് പറഞ്ഞ ആൾക്കാരും, അകമേ അവർക്ക് വലിയ ജഡവും ഇതെല്ലാം ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ ചിലര് സ്വതവേ കുറച്ചൊരു എടുത്തടിച്ച് പറയുന്ന ആൾക്കാരും, ചിലര് അഭിനന്ദിക്കുവാണെങ്കിലും വഴക്ക് പറയുവാണെന്ന് നമുക്ക് തോന്നും.
എന്താ വെച്ചാല് അവര് എന്താ സാധാരണ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് ചിലപ്പോൾ തോന്നുന്നു. ചിലരുടെ ആ ഒരു സംസാര ശൈലിയും ചില രീതികളും ഒക്കെ അങ്ങനെ ആയിരിക്കും. അപ്പൊ അതാ പറയുന്നത്. എന്നാൽ സഭയില്, ദൈവത്തിന്റെ സഭയില് ഈ ചെന്നായും കുഞ്ഞാടും ഒക്കെ എന്താ, ചെന്നായി കൂടുതൽ കൂടുതൽ കുഞ്ഞാടിന്റെ സ്വഭാവത്തിലേക്ക് വളരും, കുഞ്ഞാട് കൂടുതൽ കൂടുതൽ ചെന്നായിക്ക് വേണ്ടുന്ന ചില കാർക്കശ്യമൊക്കെ വേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, കൃപയും സത്യം നിറഞ്ഞവനായി കർത്താവ് പാർത്തു എന്ന് പറഞ്ഞതുപോലെ അത് നമ്മുടെ സോഫ്റ്റ് ടെമ്പർമെന്റ് ഉള്ള ആള്, ഇപ്പൊ ഞാന് പേഴ്സണലായിട്ട് പറയാം, വ്യക്തിപരമായിട്ട് പറയണെങ്കിൽ ഞാൻ സ്വതവേ ഒരു വളരെ സോഫ്റ്റ് ടെമ്പർമെന്റ് ഉള്ള ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്റെ വിശ്വാസം. എന്ന് വെച്ചാൽ വളരെ മൃദു സ്വഭാവക്കാരനാണ്. പക്ഷേ എന്നാ നിങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ എത്രമാത്രം ഇപ്പോ ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തോടെ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ടൊക്കെ ഉള്ളപ്പോൾ വളരെ കർക്കശമായിട്ട്, വളരെ കാർക്കശ്യത്തോടെ സഹോദരങ്ങളോട് മുഖം നോക്കാതെ പല കാര്യങ്ങളൊക്കെ പറയുന്ന എനിക്ക് ഇഷ്ടമുണ്ടായിട്ടുള്ള കാര്യമല്ല, മറിച്ച് വേറെ നിവൃത്തിയില്ല. എന്നാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഉള്ളിടത്തോളം അത് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചിലരോട് തിരുത്തേണ്ടിടത്തും ശാസിക്കേണ്ടിടത്തും ചില കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മളിപ്പം ക്രിസ്തീയ ലോകത്തുള്ള കൊള്ളരുതായ്മകൾക്കെതിരെയും പണസ്നേഹത്തിനെതിരെയും കള്ളപ്രവാചകന്മാർക്കെതിരെയൊക്കെ പറയുമ്പോൾ നമ്മള് വളരെ ശക്തിയോടെ തന്നെ, എന്നാൽ എനിക്കറിയാം ഞാൻ സ്വതവേ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളല്ല ഞാനെന്നുള്ള കാര്യം എനിക്കറിയാം. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ആ ഒരു ടിമത്തിക്കുള്ള ഒരു ടിമിഡ് നേച്ചർ എന്ന് പറയുന്ന കണക്കുള്ളൊരു പ്രകൃതം എന്റെ ബേസിക് ടെമ്പർമെന്റ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ശക്തിയോട് പറയുന്നിടത്ത് ശക്തിയോട് പറയാൻ ദൈവം ഇന്ന് സഹായിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു വെച്ചാൽ ബേസിക് ടെമ്പർമെന്റ് എല്ലാം കർത്താവ് തന്നെ മാറ്റി കർത്താവിന്റെ ടെമ്പർമെന്റിലേക്ക് നമ്മളെ ആക്കി തീർക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ വളർച്ച. എന്നാൽ ചിലരാണെങ്കിൽ ഭയങ്കര എടുത്തോ പിടിച്ചോ ഇതായിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടെ അവരെ ദൈവം കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മൃദുവായിട്ട് സംസാരിക്കാനും സൗമ്യതയോടെ സംസാരിക്കാനും ഒക്കെ ആയിരിക്കും അവരെ ദൈവം കൂടുതൽ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഡെഫിസിറ്റ് എവിടെയാണോ, നമ്മളുടെ കുറവ് എവിടെയാണോ അവിടെ പരിശുദ്ധാത്മാവ് റിപ്ലനിഷ് ചെയ്യും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ, ഇപ്പം തന്നെ ഇരട്ട കുട്ടികളായിട്ട് പറഞ്ഞാൽ പോലും രണ്ട് ടെമ്പർമെന്റ് ആയിരിക്കും. നമ്മളിപ്പോ ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ അർപ്പതയും ജ്യോത്സ്യമുണ്ട്. അവര് രണ്ട് ടെമ്പർമെന്റ്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇളയാള് പ്രാർത്ഥന കുറച്ചുകൂടെ അർപ്പതയുടെ ടെമ്പർമെന്റ് ആണ് ഞങ്ങൾ പറയും. പക്ഷേ അർപ്പതയും ജ്യോത്സ്യയും വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടെമ്പർമെന്റ്. എന്നാൽ വളരെ രണ്ടുപേരും വളരെ യുണീക്ക് ആൻഡ് ഇങ്ങനെ അതായിട്ട് ഇങ്ങനെ വളരെ അപ്പം ഞാൻ പറയുന്ന വെച്ചാല് ഒരേ വീട്ടിൽ തന്നെ ഉള്ള ചേട്ടനനിയന്മാര്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ വീട്ടിൽ തന്നെയുള്ള ചേട്ടനനിയന്മാരോ ചേട്ടത്തനിയത്തിമാരോ ഒക്കെ ഒരേ വീട്ടിൽ തന്നെ ഒരേ സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവരായിരിക്കും. ചിലപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസ് ആയിട്ടുള്ളവർക്ക് പോലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. DNA ഫിംഗർ പ്രിന്റ് ഈ ഐഡന്റിക്കൽ ട്വിൻസ് ആയിട്ടുള്ളവർക്ക് പോലും അത് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലെ ഇരിക്കുന്ന ഇരട്ടകള്, എല്ലാത്തിലും ഒരേപോലെ ഇരിക്കുന്ന ഇരട്ടകൾക്ക് പോലും DNA ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാല് എന്താ, ഇപ്പം കുറച്ചുകൂടെ മലയാളം പരിഭാഷ ശീലിച്ചു വരുവാണ്. ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാല് ഒരു വിരലടയാളം. അപ്പൊ അങ്ങനെ അതൊക്കെ വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മള് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാല് എല്ലാവരും പല ടെമ്പറമെന്റ് ആയിരിക്കും. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവസഭയില് ഇന്നേ ഈ കാര്യം, ഈ 1000 വർഷക്കാരൻ കർത്താവ് രാജാവായിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ന് സഭയിൽ കർത്താവ് രാജാവായിരിക്കും. ഇന്ന് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തിൽ ആദ്യം കർത്താവ് രാജാവായിരിക്കണം, നമ്മുടെ കുടുംബത്തിൽ കർത്താവ് രാജാവായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ കർത്താവ് രാജാവായിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ടെമ്പറമെന്റുള്ള രണ്ട് കുഞ്ഞുങ്ങളും വളരെ ചെന്നായും കുഞ്ഞാടും പോലെ ആണെങ്കിൽ അവര് വളരെ ഒന്നിച്ചു ചേർന്ന് വസിക്കും. അതുപോലെ തന്നെ ആയിരിക്കും സഭയിലും. കർത്താവാണ് അവിടെ രാജ്യത്വം സ്ഥാപിച്ചിരിക്കുന്നത്, കർത്താവാണ് നമ്മുടെ സഭയെ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, മനുഷ്യനല്ല കർത്താവാണ് നമ്മുടെ സഭയെ നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവ രീതികളുള്ള സഹോദരങ്ങളും ഒരുമിച്ച് പരസ്പരം താങ്ങും തണലുമായിട്ട് പലരുടെയും കുറവുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ച് പരസ്പരം അഭിനന്ദിച്ച് പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്ത് പരസ്പരം വിലമതിക്കുന്നവരായിരിക്കും. നമുക്ക് ശരിയാണ്, നമ്മളെല്ലാവരും ഒരേപോലുള്ളവരല്ല, പല വ്യത്യസ്തമായ സ്വഭാവ രീതികളുള്ളവരാണ്. അപ്പൊ അതിലൊരു ആത്മീയാർത്ഥം കൂടെ ഞാനിത് കൂടെ അങ്ങ് പറഞ്ഞതാ. യെശയ്യാവ് 11:6 ഞാനിപ്പോ ഞാനതും കൂടെ വായിച്ച് ഈ പോർഷൻ കൂടെ വായിച്ചങ്ങ് നിർത്തുക ടൈം ആയതുകൊണ്ട്. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടി കിടക്കും. പുള്ളിപ്പുലി കോലാടുകുട്ടി യങ് ഗോട്ടുമായിട്ട് ഒരു ചെറിയ ആടും പുള്ളിപ്പുലി ഇന്ന് കിട്ടിയ എവിടെ കിടക്കുമെന്ന് ചോദിച്ചാൽ ഈ എന്തിനു പറഞ്ഞേ കോലാട്ടുകുട്ടി പുള്ളിപ്പുലിയുടെ വയറ്റിൽ കിടക്കും ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ. എന്നാൽ 1000 വർഷക്കാലം ഭരണത്തിലും ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള സഭയിലും ദൈവം നിയന്ത്രിക്കുന്ന ഒരു കുടുംബത്തിലുമൊക്കെ പുള്ളിപ്പുലിയും കോലാടുവും കൂടെ കിടക്കും. അല്ലെങ്കിൽ ഒരാൾ വേറൊരാളുടെ വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിലുണ്ടാവും. ഇന്നും സഭകൾ എന്ന് പറയുന്ന ഒത്തിരി സ്ഥാപനവൽക്കരിക്കപ്പെട്ട
പല സമ്പ്രദായങ്ങളും പല കൂട്ടങ്ങളും ഒക്കെ നമ്മൾ ആരെ കല്ലെറിയാനല്ല, എന്നാൽ അതുപോലെയൊക്കെയുള്ള ഒത്തിരി കർത്താവിന്റെ നാമത്തിന് അപമാനമായിട്ടുള്ള ഒത്തിരി കൂട്ടങ്ങൾ നമുക്ക് ചുറ്റും കാണാനൊക്കെ. അവിടെ ഇതുപോലെ എന്താ പറയുക, മീറ്റിംഗ് നടക്കുന്നതിനിടെ തന്നെ അടിയും ഇടിയും ഒക്കെയാന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലർ അതൊക്കെ അതൊക്കെ സഹിക്കാൻ വയ്യാതെ ഓടി വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില അങ്ങനെയൊക്കെയുള്ള അവിടെയും ചെന്നായും കുഞ്ഞാടുമായിട്ട് അവര് പുള്ളിപ്പലും കോലാടും ഒക്കെ കടിച്ചു കയറുന്ന സ്വഭാവത്തിൽ തന്നെ ഇരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, കർത്താവ് അവിടുന്ന് രാജാവായിട്ടില്ല എന്നുള്ളതാണ്. അത് കർത്താവിന്റെ നിലവിളക്ക് കർത്താവ് എന്നോ മാറ്റിയതായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും നിലവിളക്കെ ഉണ്ടായിരുന്നിരിക്കത്തില്ലായിരിക്കും. കർത്താവ് സഭയായിട്ട് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ സഭയാണെന്നുള്ള കാര്യമൊക്കെ വെളിപാട് 1:20 നമുക്ക് അറിയാമല്ലോ. അപ്പം കർത്താവിന്റെ ഒരു അറ്റസ്റ്റേഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ളിടത്ത് നമ്മളും ഇരിക്കരുത്. നമ്മള് കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത് ഈ കർത്താവ് പൊൻനിലവിളക്ക് കർത്താവ് സ്ഥാപിക്കുന്ന സഭയുടെ ഭാഗമാകാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം ചെന്നായി കുഞ്ഞാടുള്ള യഥാർത്ഥത്തിലുള്ള ദൈവസഭയിലും വാഴ്ചയിലും എന്താ, ചെന്നായി കുഞ്ഞാടിനോടുകൂടി പാർക്കും, പുള്ളിപ്പിൽ കോലാട്ടുകുട്ടിയോടുകൂടി കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഇതെല്ലാം നയിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുട്ടി. യഥാർത്ഥത്തിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ആ ചെറിയ കുട്ടിയായിട്ട് ആരാ ഉള്ളതെന്ന് വെച്ചാൽ യേശു കർത്താവാണ് ഒരു കുഞ്ഞിനെ പോലെ തന്നെ ഏറ്റവും ഒരു കുഞ്ഞിനെ പോലെ തന്നെ താഴ്ത്തിയവൻ. തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഏറ്റവും നിങ്ങളിലെ ഏറ്റവും എളിയവനാണ് ഏറ്റവും വലിയവൻ. ഇത് യങ്ങസ്റ്റ്, ഏറ്റവും വലിയവനായിട്ടുള്ളവൻ ഏറ്റവും ഇളയവനെ പോലെ ആയിരിക്കണമെന്ന് കർത്താവ് ഇവിടെ പറയുന്നത്. ലൂക്കോസ് 22 അങ്ങനെ ഒരു വാക്യം നമുക്കറിയാം. മത്തായി 20 കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസ് 22 യങ്ങസ്റ്റ് ആയിരിക്കണം, യങ്ങസ്റ്റിനെ പോലെ ആയിരിക്കണം. യങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ, ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആരാ എന്ന് വെച്ചാൽ ഇപ്പം ജനിച്ചു വീണ ഒരു ശിശു യങ്ങസ്റ്റ്. ഇപ്പൊ അടുത്ത നിമിഷമായപ്പോഴേക്കും വേറെ യങ്ങസ്റ്റ് ആയിട്ട് കുറെ പേര് ന്യൂ ബോൺ ആയിട്ട് കുറെ പേര് ജനിച്ചിട്ടുണ്ട്. ഏറ്റവും യങ്ങസ്റ്റ് എന്ന് പറയുന്ന യങ്ങസ്റ്റ് ആയിരിക്കണം എന്നാ, യങ്ങസ്റ്റിനെ പോലെ ആയിരിക്കണം എന്നാ നമ്മളെ കുറിച്ച് കർത്താവ് പറയുന്നത്. എവിടെ? ലൂക്കോസ് 22:26 നിങ്ങളും അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെ അല്ലെങ്കിൽ യങ്ങസ്റ്റ് ഏറ്റവും ഇളയവനെ പോലെ, ന്യൂസ് റീസെന്റ്ലി ബോൺ, ന്യൂ എന്നൊക്കെ ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. ആൻഡ് ലീഡർ ലൈക്ക് ദ സെർവന്റ്, അതാ 26ാമത്തെ വാക്യത്തില് നയിക്കുന്നതിന് ശുശ്രൂഷക്കാരനെ പോലെ. കർത്താവ് അതാ ശിഷ്യന്മാരുടെ കാല് കഴുകാൻ പോലും കർത്താവ് വളരെ സ്വാഭാവികമായിട്ട് സുരക്ഷിതമായ ശൈലിയിൽ കർത്താവ് എന്ന് കാല് കഴിയുന്നത്, താനെന്തോ വലിയ ഷോ കാണിക്കാതെ കർത്താവ് വളരെ സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ആവശ്യം കണ്ട് അവരുടെ കാല് കഴിയുന്നതിനൊക്കെ നമ്മളവിടെ യോഹന്നാൻ 13-ാം അധ്യായത്തിൽ കാണുന്നത്. അതുപോലെ ഒരു കൊച്ചുകുട്ടിയാണ് നയിക്കുന്നത്. ഇന്നും സഭയെ യഥാർത്ഥത്തിലുള്ള ആത്മീയ നേതാക്കന്മാര് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ കർത്താവിനെ ആശ്രയിക്കുന്നവരായിരിക്കും. ഇന്ന് വലിയ ഇന്ന് ലോകത്തിലെ വലിയ മെത്രാപ്പൊലിത്തമാരും ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും വലിയ വലിയ റെവറന്റ്, പാസ്റ്റർ റെവറന്റ്, മോസ്റ്റ് റെവറന്റ്, ഹോളി, മോസ്റ്റ് ഹോളി എന്തൊക്കെയോ പറഞ്ഞൊക്കെ കുറെ ടൈറ്റിലൊക്കെ എടുത്തുകൊണ്ടുള്ള ആൾക്കാരുണ്ട്. അവര് കുട്ടികളെ പോലൊന്നുമല്ല. അവര് കർത്താവിനായിട്ട് വീണ്ടും ജനിച്ചവരാണോന്നുമില്ല അറിയത്തില്ല. അതിൽ ഭൂരിഭാഗം പേരും അങ്ങനെ അറിയുന്ന ക്രിസ്തീയ നേതാക്കന്മാർ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ആൾക്കാർ ദൈവത്തിന്റെ രാജ്യത്തിൽ ഉണ്ടായിരിക്കത്തു പോലും ഇല്ലായിരിക്കും മിക്കവരും, അതിൽ നല്ലൊരു ശതമാനം. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ യഥാർത്ഥത്തിലൊരു ആത്മീയ നേതാവ്, സഭയെ ശുശ്രൂഷിക്കേണ്ടവൻ, യഥാർത്ഥത്തിലുള്ളൊരു നമ്മളുടെ കുടുംബത്തിലാണെങ്കിൽ ഒരു അപ്പനാണെങ്കിലും ഒരു കുടുംബത്തിന് നാഥൻ ഇങ്ങനെ ആയിരിക്കണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് കർക്കശത്തിൽ പറയേണ്ട സമയത്ത് കർക്കശത്തിൽ പറയണം, സൗമ്യതയിൽ പറയേണ്ട സമയത്ത് സൗമ്യതയിൽ പറയാൻ ഉള്ള ദൈവത്തിന്റെ ജ്ഞാനത്തോടെ ആയിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞായിരിക്കും. എ ലിറ്റിൽ ചൈൽഡ് വിൽ ലീഡ് ദം. പ്രാർത്ഥനാ ബേബി, നമ്മുടെ പ്രാർത്ഥനാ മോളെ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സാഗ്ബറിന്റെ അടുത്ത് കുറെ വർഷങ്ങൾ മുമ്പ് ഒരു കോൺഫറൻസിന്, ഏത് കോൺഫറൻസ് ആണെന്ന് പോലും എനിക്ക് ശരിക്കും ഓർമ്മയില്ല, നമ്മുടെ അവിടെ CFC കോട്ടയം ചർച്ചിൽ നടന്ന ഒരു മീറ്റിംഗ്, എനിക്ക് 2018 മീറ്റിംഗ് മറ്റുമായിരിക്കും. അപ്പം കുമ്പനാട് നടന്ന മീറ്റിംഗ് അല്ലെന്ന് എൻ്റെ ഓർമ്മ. അവിടെ ചർച്ച് ഹോളിൽ നടന്നൊരു മീറ്റിംഗ്. അന്നായിരുന്നു കുഞ്ഞിനെ അതായിട്ട് സാഗ്ബറുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പം സാഗ്ബർ കുഞ്ഞിനെ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് വേറെ ഇങ്ങനെ പറഞ്ഞ് ലിറ്റിൽ ചൈൽഡ് ലീഡ് ദം. ഈ ഒരു വേഴ്സ് വേർ ദാറ്റ് വേഴ്സ് ഈസ് എന്ന് സാഗ്ബർ എന്നോട് ചോദിച്ചു. ദൈവം ചോദിച്ചു, എനിക്കത് യേശയ്യാവ് 11:6 എന്നോട് പറഞ്ഞ് ഓർമ്മയുണ്ടായിരുന്നു ആ റെഫറൻസ്. ഇപ്പൊ നമ്മൾ വായിച്ച യേശയ്യാവ് 11:6. അപ്പം വേറെ അന്ന് പ്രോഫറ്റിക് ആയിട്ടെന്ന് പറഞ്ഞൊരു കാര്യമാണ്, ലിറ്റിൽ ചൈൽഡ് വിൽ ലീഡ് ദം, യുവർ ഗ്രാൻഡ് പേരൻസ് ഹാർട്ട്സ്, ദിസ് ലിറ്റിൽ ചൈൽഡ് വിൽ ബി ഏബിൾ ടു ലീഡ് ദം ടു ക്രൈസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വന്ന്. ഇന്ന് അത് ഞങ്ങൾ കാണുന്നുണ്ട്. കുഞ്ഞാണ് അത് തന്നെ അപ്പൂപ്പിന്റെ അമ്മൂമ്മയുടെ ഒക്കെ ഹൃദയമൊക്കെ കവർന്ന് അവരെ പല കാര്യങ്ങളൊക്കെ കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു പ്രവചനത്തിന്റെ ഒരു നിവൃത്തി എന്നാണ്.
ഇപ്പം എന്റെ ഇളയ ചേച്ചി ഇവിടെ വീട്ടിലായിരിക്കുന്ന സമയത്തും കുഞ്ഞ് അവിടെ ചെന്ന് ഇങ്ങനെ എല്ലാവരുമായിട്ടും പെട്ടെന്ന് സിങ്ക് ആവുന്ന ഒരു ഞാൻ ആ ഒരു കാര്യം പാസിംഗ് ആയിട്ടൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു വചനത്തിന്റെ ആ ഒരു കാര്യം വേറെന്ന് പറഞ്ഞത് അതൊരു കുഞ്ഞുങ്ങൾക്ക് അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെ ഒക്കെ ഹൃദയത്തെ പെട്ടെന്ന് കവർന്നെടുക്കാൻ പറ്റും. അപ്പൊ ബ്രദർ ഈ ഒരു വാക്യം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ഇപ്പോഴും ഞാനത് ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ആ 9 പേരുള്ള വാക്യങ്ങൾ നമ്മളന്ന് അന്തിമോചന പുസ്തകത്തിൽ വായിച്ചു. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോല് തിന്നും. സിംഹം വൈക്കോല് തിന്നുന്നൊരു സമയം, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കില് കളിക്കും, മുലകൂടി മാറിയ പൈതല് അണലിയുടെ പൊത്തിൽ കൈയിടും. ഇപ്പം കാണാൻ കൈയിട്ട വിവരം അറിയും, എന്നാൽ അന്ന് കൈയിടാനൊക്കെ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുകയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇത് സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ട് നമ്മളവിടെ യെശയ്യാവ് 11:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അന്ന് എല്ലാം അന്ന് നമ്മളും വെജിറ്റേറിയൻസ് ആയിരിക്കുന്ന ഒരു കാര്യമൊക്കെ നോഹയുടെ കാലം മുതലാണ് ദൈവം മാംസഭക്ഷണവും കഴിച്ചോളാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ദിവ്യജന പുസ്തകത്തിൽ വായിച്ചു. പിന്നെ റോമറിലെ ആ റെഫറൻസ് കൂടെ ഉണ്ട്. ഞാൻ അത് അടുത്ത ആഴ്ച നമുക്കത് വായിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 4-ാമത്തെ വാക്യത്തിലേക്കും തുടർന്നുള്ള പോർഷനിലൂടെ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് പോകാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടുത്തെ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതെ കർത്താവേ, ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ രാജാവായിരിക്കുമ്പോൾ കർത്താവേ, വളരെ വ്യത്യസ്തമായ സ്വഭാവ രീതികളുള്ള ആൾക്കാരുമായിട്ടും ആഴത്തുള്ള ഒരു കൂട്ടായ്മയിലേക്കായിരിക്കും തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിലും സഭയിലും ഒക്കെ കർത്താവേ ഞങ്ങൾക്ക് അത് സാധിക്കുന്നു. ഇനിയും അധികമായിട്ട് സാധിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണം കർത്താവേ. അവിടുത്തെ വചനമാകുന്ന വാള് ഞങ്ങളെ ഇന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാണന്റെ സ്വയജീവന്റെ രക്തച്ചൊരിച്ചില് ഇന്ന് നടക്കുന്നില്ലെങ്കിൽ കർത്താവേ, അത് നിത്യമായിട്ടും ഞങ്ങളുടെ ആ ദേഹി നഷ്ടപ്പെടുന്ന ഒരു ദേഹിയുടെ ഒരു ഭാഗമെങ്കിലും കർത്താവെ നഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് അന്ന് പോകുമല്ലോ. കർത്താവിന്റെ ആ വാളിന് ഇരയാകാത്തവര് കർത്താവെ നിത്യമായിട്ടും അവർ നിത്യനാശത്തിലേക്ക് ആ വാളിനാൽ തന്നെ ഇരയായി പോകുന്നു ഞങ്ങളുടെ വചനത്തിൽ വായിച്ചല്ലോ. ഇന്ന് തന്നെ കർത്താവെ രക്തച്ചൊരിച്ചില് ഇല്ലാതെ വാളടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ഞങ്ങൾ വായിച്ചു. കർത്താവിന്റെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ ഞങ്ങൾ വായിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ പ്രവൃത്തി അവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എന്ത് കാര്യവും ഏറ്റവും ഉത്സാഹത്തോടെ അങ്ങേക്ക് എന്നവണ്ണം എല്ലാം ചെയ്യുവാന് കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതുപോലെ തന്നെ കർത്താവ് ഞങ്ങളുടെ സ്വയജീവന്റെ ഞങ്ങളുടെ ആ ദേഹി ജീവന്റെ ആ രക്തച്ചൊരിച്ചില് കർത്താവെ ഓരോ ദിവസവും സ്വന്തം ഇഷ്ടത്തെ മരിപ്പിക്കുവാന്, എന്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാന് കർത്താവെ, അങ്ങനെ അവിടുത്തെ കർത്താവെ വാള് ഞങ്ങളുടെ ജീവിതത്തിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമ്പോൾ കർത്താവെ ഞങ്ങൾ മറ്റുള്ളവരോട് വചനം സംസാരിക്കുമ്പോൾ അവിടെ ഒരു മൂർച്ച ഉണ്ടായിരിക്കുമല്ലോ കർത്താവെ. അതൊരു ബ്ലണ്ട് നൈഫായിട്ട് എവിടെയും കൊള്ളാത്തൊരു വാള് പോലെ അല്ലാതെ കർത്താവെ അത് കേൾക്കുന്നവർക്കും ഞങ്ങളിൽ നിന്ന് അവിടുത്തെ വചനം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ സാധാരണ കോൺവെർസേഷനിലാണെങ്കിൽ പോലും ഞങ്ങളുടെ സാധാരണ സംഭാഷണത്തിലാണെങ്കിൽ പോലും കർത്താവെ ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ കർത്താവെ അത് അവരുടെ ജഡത്തിലേക്ക് ചെന്ന് പതിച്ച് അവരെയും കർത്താവിലേക്ക് അടുപ്പിക്കാൻ തക്കവണ്ണം അവർക്കും ജീവൻ നൽകുന്ന വചനങ്ങളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളിൽ മരണവും മറ്റുള്ളവരിൽ ജീവനും എന്ന് കർത്താവ് പൗലോസ് പറഞ്ഞതുപോലെ കർത്താവ് ഞങ്ങളുടെ ആ സ്വയജീവനിൽ ഒരു മരണം നടക്കുമ്പോൾ, അവിടെ രക്തച്ചൊരിച്ചിൽ നടക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ പറയുന്ന വാക്കുകൾ, കൃപ നൽകുന്ന വാക്കുകൾ, പരിശുദ്ധാത്മാവിന് ശക്തി നൽകുന്ന വാക്കുകൾ അനേകർക്ക് കർത്താവെ ജീവൻ പ്രാപിക്കുവാനും സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുവാനും ഇടയാക്കുമല്ലോ. അവരെയും അത് കർത്താവെ അവരുടെ ജീവിതത്തിലെ ഒരു രക്തച്ചൊരിച്ചിലേക്ക് നടത്തുമല്ലോ. കർത്താവെ ആ വചനമൊക്കെ അതിന്റെ ആഴത്തിലത് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ന്യായവിധിക്ക് കാരണമായി തീരരുത്. ഞങ്ങൾ ഈ വചനത്താൽ കഠിനപ്പെട്ടു പോകാതെ മുറുക്കപ്പെടുവാനും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാത്താൻ തന്നെ ഉയർത്തി അവൻ നിത്യമായിട്ട് അവന് 1000 വർഷക്കാലം താഴ്ത്തപ്പെട്ടുകൊണ്ടേയിരുന്ന അവസാനം നിത്യമായിട്ട് തീപ്പൊയ്കയിൽ അവന് വെന്ത് ചെന്ന് ഉരുകുന്ന ഒരു നാള് വരുമല്ലോ. കർത്താവെ, ഞങ്ങൾ ആ സാത്താന്റെ ആത്മാവിനാൽ പിടിക്കപ്പെടാതെ കർത്താവിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടുകൊണ്ട് കർത്താവ് ഇപ്പോഴും ഞങ്ങൾ തന്നെ താഴ്ത്തുവാൻ, യേശു തന്നെ താഴ്ത്തി കർത്താവ് മരിച്ച് കർത്താവ് അങ്ങ് പാതാളത്തോളം പോയി തന്നെ താഴ്ത്തി അവിടുന്ന് കർത്താവ് പുനരുത്ഥാനത്തിൽ തന്നെ കർത്താവ് ഭൂമിയിലേക്ക് ഉയർന്നു വന്നു. പിന്നെ സ്വർഗത്തിലേക്ക് തന്നെ ഉയർത്തപ്പെട്ടവനായി പിതാവിന്റെ വലതുഭാഗത്ത് കർത്താവെ അവിടുന്ന് സിംഹാസനത്തിലായിരിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളും ഞങ്ങളെ തന്നെ എപ്പോഴും താഴ്ത്തുവാനും അവിടുത്തെ ആത്മീയ ജീവനാൽ ഉയർത്തപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.